السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله مولانا العظيم. أرحم الراحمين يا رب, ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. മഹാന്മാരുടെ മദദ് ലഭിക്കുന്ന സദസ്സാക്കണം റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ പെടുത്തിത്തരണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, റാഹത്തോടെ, ആഫിയത്തോടെ ജീവിച്ച് നീ കണക്കാക്കിയ സമയം തീരുമ്പോൾ ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. സയ്യിദ് അലവി തങ്ങൾ, ഉമർ സഖാഫി അടക്കമുള്ള ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് അവരെല്ലാം ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ഉസ്താദവർകൾ, മറ്റു പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ, നല്ല മഴക്കാലമാകുന്ന ഈ സമയത്ത് നമ്മുടെ റസ്ബി വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു 4 ആളുണ്ടാവും. എന്താ ഒരു 2 മിനിറ്റ് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നത്. ഞാൻ ഇന്ന് വേദറിയാൻ വന്നതല്ല. ഇത് നോക്കുമ്പോൾ എൻ്റെ ധാരണയെല്ലാം തെറ്റിച്ച് കളഞ്ഞു. എൻ്റെ ഇരട്ടി പെണ്ണുങ്ങളുണ്ട്. ഞാൻ കണ്ടങ്ങ് വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലം കാണുന്നില്ല. അതിനർത്ഥം ഞാൻ പെണ്ണുങ്ങളെ നോക്കിയിരുന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. എന്ത് പറയാനും പേടിയാന്ന്, ലൈവ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മഹാന്മാരുടെ അനുസ്മരണം കയറിയിരുന്നു. വനിരായ തങ്ങളുടെ മകൻ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് വരും. അതുവരെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ നാട്ടിൽ ആര് ആലിമീങ്ങൾ മരിക്കുമ്പോഴും ഞാൻ നാട്ടിലുണ്ടാവും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദ് വർകൾ, താജുൽ ശരിയ, താജുൽ ഫുഖാ, ഷറഫുൽ ഉലമ അടക്കമുള്ള പോസോട്ട് തങ്ങൾ ഉസ്താദ് അടക്കമുള്ള എല്ലാവരും വഫാത്താകുമ്പോൾ ഞാൻ നാട്ടിലുണ്ട്. കൂറത്തങ്ങൾ വഫാത്താകുമ്പോൾ നാട്ടിലില്ല. തങ്ങൾ വഫാത്ത് അറിയുന്നത് ഞങ്ങൾ മദീനയിൽ വെച്ചാണ്. ഞങ്ങൾ ഹജ്ജിനായിരുന്നു ഇപ്രാവശ്യം. സാധാരണ സുബഹി നിസ്കാരം കഴിഞ്ഞ് മദീന ഹറമെന്ന് കുറച്ച് ഓതി വന്ന് റൂമിൽ കുറച്ച് കിടക്കും. ആ കടന്നാൽ എണിക്കും ഏകദേശം 8-9 മണിയൊക്കെ ആകും. തങ്ങൾ വഫാത്താകുന്ന അന്ന് കടന്നിട്ടില്ല. എന്ത് കഥയെന്നറിയില്ല. അന്ന് കടന്നാൽ ഉറക്കം വരുന്നില്ല. അങ്ങനെ ഒരു 7:30 മണിയാകുമ്പോൾ, അവിടുത്തെ 7:30 മണിയാകുമ്പോൾ
റൂമിൻ്റെ അകത്ത് വൈഫൈ കിട്ടുന്നില്ല, പുറത്തേക്ക് ഇറങ്ങണം, വൈഫൈ കിട്ടാണ്. അങ്ങനെ നാട്ടിൻ്റെ വിവരം അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് വല്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട കണ്ണവന്തങ്ങൾ അപ്പുറത്തെ എൻ്റെ റൂമിൽ കിടക്കുന്നുണ്ട്. പുറത്തിറങ്ങി ആദ്യം വൈഫൈ ഇങ്ങനെ കിട്ടിയപ്പോൾ മെസ്സേജ് കാണുന്ന താജുലുൽമാൻ്റെ മകൻ കൂറത്തങ്ങൾ വഫാത്തായി. പിന്നെ എന്ത് പറയണമെന്നറിയില്ലല്ലോ. ഹജ്ജിന് പോകുന്ന തലേ ദിവസം കൂറത്ത് പോയി ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ തമാശയും കാര്യമൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാണ്. അതിനപ്പുറം ഈ കഴിഞ്ഞ ബറാത്തിൻ്റെ അന്ന് മുതൽ റമദാൻ 1 വരെ ഞാനും തങ്ങളും ദുബായിലായിരുന്നു. ദുബായിലെ പല പരിപാടിയിലും അവിടെ സംഗമിച്ച് റമദാൻ 1 ഞാൻ നാട്ടിൽ വന്നു. തങ്ങൾ അവിടുന്ന് മദീനത്തേക്ക് പോയതാണ്. കൂടെ തന്നെ കുറേ പരിപാടിയിൽ പങ്കെടുക്കുകയും കുറേ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഒരു 15 ദിവസക്കാലം അബുദാബിയിലും ദുബൈയിലും ഷാർജയിലും പല പരിപാടിയിലും സംഗമിച്ചു. അന്ന് പരിപാടിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ സൈദി എൻ്റെ കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ കറാമത്ത് പറയാൻ നിൽക്കണ്ട, ഞാൻ വഫാത്തായിട്ട് ഇതുവരെ ഞാൻ ഒറ്റ കറാമത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പം നാവിൽ വരുമെന്ന് എനിക്കറിയില്ല, എൻ്റെ കറാമത്ത് പറയരുത്. ലാസ്റ്റ് പരിപാടി നടന്നത് അബുദാബിയിലാണ്. അന്ന് ICF-ൻ്റെ ഓഫീസിൽ ഏകദേശം ഒരു 3000-ലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. അവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ കറാമത്ത് പറയാൻ നിൽക്കണ്ടെന്ന്. എൻ്റെ കറാമത്ത് പറയണ്ട, തങ്ങൾ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണല്ലോ, അതുകൊണ്ട് ഇതുവരെ ഒരു കറാമത്തും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ യൂട്യൂബിൽ കാത്തു നിൽക്കുന്നുണ്ട് കറാമത്തിന് ട്രോളാൻ വേണ്ടി. അങ്ങനെയല്ല, കറാമത്ത് ട്രോളുന്നേറ്റ മനുഷ്യന്മാരുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, നമുക്ക് കറാമത്ത് പറയേണ്ട ആവശ്യമില്ല, വേറെ തന്നെ കുറേ പറയാനുണ്ട്. മഹാന്മാരുടെ അനുസ്മരണം, അവരൊക്കെ മഹത്വം പറയാൻ വേണ്ടി ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അത് മനസ്സിന് സമാധാനമാണ്. ഈ പള്ളിൻ്റെ ചുറ്റുഭാഗത്ത് കുറേ ആയത്തുകൾ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ നോട്ടത്തിൽ എല്ലാം ഇങ്ങനെ നോക്കി, അർത്ഥമത്ര കർണാടകത്തിലായതുകൊണ്ട് എനിക്കിതിൽ പ്രശ്നമുണ്ട്. ഞാൻ മലയാളിയാണ്, എന്നാലും കുറച്ചൊക്കെ അർത്ഥം അറിയാം. നേരെ മുമ്പിൽ കണ്ടു അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഏറ്റവും വലിയ പ്രശ്നം മനസ്സമാധാനമാണ്. എത്ര വലിയ സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, സമാധാനം ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോക കോടീശ്വരനായിരിക്കും, പക്ഷേ മനസ്സിന് സമാധാനമില്ല. ഏറ്റവും വലിയ സമാധാനം ഒരു മനുഷ്യനിക്ക് ലഭിക്കേണ്ടത് ഈ ഭൗതിക ലോകത്ത് അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. വലിയ വലിയ മുതലാളിമാരാണ്, സാമ്പത്തികമായി കഴിവുള്ളവരാണ്, പക്ഷേ വീട്ടിലെത്തിയാൽ തൻ്റെ ഭാര്യയുമായിട്ട് തമ്മിൽ ശരിയില്ല. പെഞ്ഞായിനോട് പണക്കാണ്, ഭാര്യയോട് തമ്മിൽ ശരിയില്ല. എന്നാൽ പിന്നെ അവനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കാരണം ജീവിതത്തിലൊരു സുഖമില്ലല്ലോ ആ മനുഷ്യനിക്ക്. അപ്പം മനുഷ്യന്റെ ഏറ്റവും മർമ്മം സമാധാനമാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴും സമാധാനം വേണം, ഇവിടുന്ന് മരണപ്പെട്ടു പോയാലും സമാധാനം വേണം. ആ സമാധാനത്തിന്റെ ജീവിതത്തിന്റെ അത്ര ഒരു റാഹത്ത് ലോകത്ത് വേറൊന്നുമില്ല. എന്നാൽ ഇവിടെ ഒരു ടെൻഷനും ഇല്ലാത്ത നല്ല റാഹത്തിന്റെ മനുഷ്യന്മാരാരാ? ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരാണ്. അവർ കുടുംബവുമായിട്ട് നല്ല റാഹത്തിലുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല. രാവിലെ എണിക്കുന്നു, പണിക്ക് പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ വരുന്നു, കുടുംബത്തോടെ റാഹത്തോടെ കഴിയുന്നു, പിറ്റേന്ന് എണിക്കുന്നു, പണിക്ക് പോകുന്നു, അല്ല ഒരു പ്രശ്നമില്ല. മുതലാളിമാർക്ക് കണക്ക് തീരലേ ഇല്ല. എത്ര വീടിൻ്റെ കണക്ക് കൂട്ടാനുണ്ട്, ഈ ടെൻഷന് തീർന്നില്ല, സാധനം കച്ചവടമായിട്ടുണ്ട്, കച്ചവടമായിട്ടില്ല, ഇങ്ങനെ പല ജാതി പ്രശ്നമാണ് മുതലാളിമാർ. രാത്രി കടന്ന ഉറക്കം വരുന്നില്ല, ശനിയാഴ്ച തീരെ ഉറക്കം വരുന്നില്ല, കാരണം പണിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം. ഇങ്ങനെയാണ് മുതലാളിമാരുടെ അവസ്ഥ. പാവപ്പെട്ടവരാണ് കൂടുതലും ഇവിടെ സമാധാനത്തോടെ കടന്നുറങ്ങുന്നത്. ഇരിക്കട്ടെ, മനുഷ്യന് സമാധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിക്കുമ്പോൾ 40 വർഷത്തിന് ശേഷം 53 വരെ 13 കൊല്ലക്കാലം മക്കയിൽ ജീവിക്കുമ്പോൾ, അവിടുന്ന് യാത്ര പോയി മദീനയിൽ 10 കൊല്ലക്കാലം ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല പ്രയാസങ്ങളും നേരിടുകയാണ്. എന്താ പ്രയാസം? ഒരു ഭാഗത്ത് ജൂതന്മാർ, ഒരു ഭാഗത്ത് നസാറാക്കൾ, ഒരു ഭാഗത്ത് ഖുറൈശികൾ, എന്തെല്ലാം ആരോപണങ്ങൾ.
റസൂലുള്ളാഹിനെ കുറിച്ച് ജീവിതത്തിൽ കേൾക്കാത്ത വാക്കുകൾ, ഇങ്ങനെ പല നിലക്കും ഇടങ്ങേറുകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുന്നത് അല്ലാഹയാണ്. എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുന്നത് മുൻകാല അമ്പിയാക്കളെ ചരിത്രം റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നബിയെ ഉദ്കുർ എന്ന് പറഞ്ഞ് മൂസാ നബിന്റെ ചരിത്രം പറയാണ്, ഈസാ നബിന്റെ ചരിത്രം പറയാൻ, നൂഹ് നബിന്റെ ചരിത്രം പറയാൻ, കഴിഞ്ഞ അമ്പിയാക്കളെ ചരിത്രം പറയാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനമാണ്. ഇത്തരം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരവരുടെ കിതാബിൽ പറയുന്നു, മുൻകാല മഹത്തുക്കളെ ചരിത്രം പറയൽ അത് മനസ്സിന് സമാധാനമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എന്തെങ്കിലും പ്രശ്നം നേരിടുമ്പോ ബദർ പോലും നേർച്ചയാക്കാൻ, എന്നാ ബദർ പോലും നേർച്ചയാക്കുന്നു, ആ ബദരീങ്ങളെ മഹത്വം ഇങ്ങനെ പറഞ്ഞു ദുആ ചെയ്തപ്പോൾ സമാധാനം. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞത് കാണാം. മഹാന്മാരുമായി അനുസ്മരിക്കുന്ന വിഷയത്തിൽ ചോദ്യം വന്നപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, മഹാന്മാരെ അനുസ്മരിക്കാം, മഹാന്മാരെ മഹത്വം പറയാമെന്ന് മാത്രമല്ല, ഒട്ടനവധി സംഭവങ്ങൾ ഇബ്നു ഹജർ തങ്ങൾ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കബറടക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് ആദ്യം അനുസ്മരണം നടത്തിയ അവിടുത്തെ മകളാകുന്ന ഫാത്തിമ ബീബിയ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്ന് പാടിയ ബൈത്തുകൾ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് റസൂലുള്ളാഹിനെ അനുസ്മരിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ മഹാന്മാരെ അനുസ്മരിക്കാം. അങ്ങനെ പറഞ്ഞ് ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ആ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ എന്താ വേണ്ടത്? ആ മഹാന്മാരുടെ അനുസ്മരണത്തിലൂടെ, ആ മഹാന്മാരുടെ അനുസ്മരം കേൾക്കുന്നവർക്ക് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ അതൊരു പ്രചോദനമാകണം. ആ മഹാന്മാരുടെ ജീവിതം പറയുമ്പോൾ ഇവിടെ കേൾക്കുന്നവർക്ക് തഖ്വയിൽ ജീവിക്കാൻ അതൊരു പ്രചോദനമാകണം. ആ നിലക്ക് മഹാന്മാരെ അനുസ്മരിക്കണമെന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞത് കാണാം. അപ്പൊ കൂറത്തങ്ങളുടെ ചരിത്രം, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം ഇവിടെ പറയുമ്പോൾ അതെല്ലാം കേട്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ നോക്ക്, സ്വാലിഹീങ്ങളെ മഹത്വം പറയൽ, ആ സ്വാലിഹീങ്ങളെ മഹത്വം പറയൽ. ജീവിതത്തിൽ എത്ര തെറ്റുകൾ ചെയ്തവരാണ് നമ്മൾ. ഒരു പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെ പൊറുക്കപ്പെടാൻ ഈ കൽക്കത്ത പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസ് ഒരു പക്ഷേ ഞങ്ങളെ പാപങ്ങളെ പൊറുക്കാൻ അത് കാരണമാകും. എന്തുകൊണ്ട്? ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? മഹാന്മാരെ അനുസ്മരിക്കൽ അത് പാപമോചനത്തിന്റെ കാരണമാണ്. നമ്മളെ പാവങ്ങളെ പൊറുക്കാൻ അതൊരു പക്ഷെ കാരണമാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയുന്ന വിഷയങ്ങൾ ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളൊന്ന് മരണത്തിലേക്ക് ഒരുങ്ങണം. ഇനി നാളെ മറ്റന്നാള് എന്ന് പറയുന്നൊരു സമയം നമുക്കില്ല. കുറച്ചു കാലം മുമ്പ് ചെറിയൊരു രോഗം പിടിച്ച് കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഒന്നുമില്ല, മനുഷ്യൻ എങ്ങനെ പോകുന്നു എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് അല്ലാമ ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അലാ അറിയണം കേട്ടോ, ഇന്നൽ മൗത ലൈസ ലഹു സിന്നും മഅലൂം, മരണത്തിനൊരു വയസ്സില്ല. വലാ സമനുൻ മഅലൂം, അറിയപ്പെടുന്ന ഒരു കാലമില്ല. വലാ മറദുൻ മഅലൂം, അറിയപ്പെടുന്ന ഒരു രോഗവുമില്ല. മരിക്കാൻ ഒരാൾക്ക് ഇത്ര വയസ്സ് എന്നൊരു കണക്കില്ല, മരിക്കാൻ ഇന്ന രോഗമെന്ന് കണക്കില്ല. ഇങ്ങനെ സമയമോ രോഗമോ ഒന്നുമില്ലാത്ത നിലക്ക് മനുഷ്യനെ മരണം പിടിച്ചു കൊലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ إله
أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله اللهم صل على محمد الصلاة القائمة الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا إلا ما شاء كرسيه السماوات والأرض. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, മരണത്തിന് ഒരു വയസ്സില്ല, മരണത്തിന് ഒരു സമയമില്ല, മരണത്തിന് ഒരു രോഗമില്ല. എന്നിട്ട് മഹാനവറുകൾ വിശദീകരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് തന്നെ, ഉമ്മയുടെ പള്ളയിൽ റൂഹൂതുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എപ്പോഴാണ് എന്ന് ഒരാൾക്കും അറിയില്ല. ആ നിശ്ചയിക്കപ്പെട്ട സമയം എല്ലാവരുടെയും ഒരുപോലെയല്ല. എന്റെ യജമാനനായ അല്ലാഹുവിനിക്ക് എല്ലാവരുടെ മരണവും ഒരു 63 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിക്കൂടെ? എന്തിനാണ് വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു തആല മരണം വെക്കുന്നത്? ചിലവരെ അല്ലാഹു തആല ഉമ്മാന്റെ പള്ളന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ മൗത്തായ നിലക്ക് കൊണ്ടുവരുന്നു. ചിലവർ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് വന്നതിന്റെ ശേഷം മരിക്കുന്നു. ചിലവർ കുട്ടിക്കാലത്ത് മരിക്കുന്നു. ഇന്നലെ നിങ്ങൾ കണ്ടില്ല, ഒരു മുത്തഅല്ലിമ് തലകറങ്ങി വീണ്, കർണാടകയിലെ ഉപ്പനങ്ങാടി കറായ പള്ളിയിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമ് തലകറങ്ങി വീണ് മരിച്ചു ഞാൻ കണ്ടു. കുട്ടിക്കാലത്ത് മരിക്കുന്നു. നല്ല യുവത്വം തിളമ്പുന്ന ബാല്യപ്രായത്തിൽ മരിക്കുന്നു. വയസ്സായപ്പോൾ മരിക്കുന്നു. അർദലും ഒരു അത്തും വിത്തും തിരിയാത്ത ഒരു കാലത്തേക്ക് എത്തുമ്പോൾ മനുഷ്യൻ മരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു തആല മരണത്തിന് കണക്കാക്കുന്നു. ഇനിയോ ഈ മരിക്കുന്ന മരണവും എല്ലാം ഒരുപോലെയല്ല. ചിലവര് വീട്ടിന്റെ അകത്ത് വെച്ച് മരിക്കുന്നു, ചിലവര് അപകടത്തിൽ പെട്ട് മരിക്കുന്നു, ചിലവര് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, ചിലവർ രാത്രി കടന്ന് നേരം വെളുക്കും ഒരു നാടിന്റെ തരിപ്പണമായി കാണുന്നു. കേട്ടിട്ടില്ല വയനാടിന്റെ ചരിത്രം? നമ്മുടെ കേരളത്തിൽ തൊട്ടടുത്ത പ്രദേശമായ വയനാട് ജില്ലയിൽ ഒരു നാട് തന്നെ തരിപ്പണമായിരിക്കുകയാണ്. വെറും 4 മിനിറ്റ് കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതെയായി പോയി. ഇങ്ങനെ അല്ലാഹു തആല വ്യത്യസ്തമായ മരണങ്ങൾ വെക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ വ്യത്യസ്തമായ മരണം വെക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അത് ഓരോരുത്തരുടെ മരണം ജീവിച്ചിരിക്കുന്നവർക്ക് ചിന്തിക്കാനും പഠിക്കാനും വേണ്ടിയാ. ഒരു കുട്ടിന്റെ മരണം കാണുമ്പോൾ എനിക്കതിൽ പാഠമുണ്ട്. ഒരു ബാല്യക്കാരന്റെ മരണം വരുമ്പോൾ എനിക്കതിൽ പാഠമുണ്ട്. ഒരു അപകടത്തിൽ പെട്ട് മരിക്കുമ്പോൾ എനിക്കതിൽ പാഠമുണ്ട്. വെള്ളപ്പൊക്കത്തിൽ മരിക്കുമ്പോൾ എനിക്കതിൽ പാഠമുണ്ട്. ആക്സിഡന്റായി മരിക്കുമ്പോൾ എനിക്കതിൽ ചിന്തിക്കാനും പഠിക്കാനുമുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ പാഠം ഉൾക്കൊള്ളൂല. മനുഷ്യൻ ചീത്തയായി മൃഗങ്ങളെ പോലെ ജീവിക്കാൻ തുടങ്ങും. ഇനി നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഈമാനോടെ ജീവിക്കുന്ന കാലത്ത് ഒരു അപകടത്തിൽ മരിച്ചാൽ ആ അപകടത്തിൽ മരിച്ചവർക്ക് അല്ലാഹു തആല ശഹീദ്
ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ എത്ര പേരാണ് മരിച്ചുപോയത്? മുസ്ലിമീങ്ങൾക്കൊക്കെ ഈമാനുള്ളവർക്ക് അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശ്ശുഹദാഉ ഖംസത്തുൻ അശ്ശുഹദാഉ സിത്തത്തുൻ അശ്ശുഹദാഉ സബഅത്തുൻ അശ്ശുഹദാഉ സമാനിയത്തുൻ. വ്യത്യസ്തമായ ഹദീസുകൾ വ്യത്യസ്തമായ റിപ്പോർട്ടിൽ വന്നത് കാണാം. ശുഹദാ നാളെ പാരത്രിക ലോകത്തെത്തിയാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്നവർ കുറെ കൂട്ടരുണ്ട്. ഒന്ന്, അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ. മുസ്ലിമീങ്ങളാണോ? ഷഹീദിന്റെ പ്രതിഫലമാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ്. വലിയ വലിയ രോഗം പിടിപ്പെട്ട് മരിക്കുന്നവർ, ഷഹീദിന്റെ പ്രതിഫലമാണ്. ഒരു ഉമ്മ പ്രസവ വേദന കൊണ്ട് മരിക്കുന്നു, ഷഹീദിന്റെ കൂലിയ. പക്ഷേ അവർക്കൊക്കെ അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ അത് ചിന്തിക്കാനും പഠിക്കാനും വലിയ പാഠം അതിന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കണം. ആകയാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങളുടെ മരണം നമ്മളെല്ലാവരും ദുഃഖത്തിലാക്കിയ ആ മരണത്തിന്റെ ന്യൂസ് അങ്ങ് കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ് നെഞ്ചിടിച്ച് എന്തോ ഒരു അപകടം സംഭവിച്ചതുപോലെ എന്ത് പറയണമെന്നറിയാതെ നാക്കിന് പോലും കക്ക് വന്നതുപോലെ നാവിന് പോലും പൊട്ടുവന്നതുപോലെ എന്ത് പറയണമെന്നറിഞ്ഞില്ല. ആ രൂപത്തിലായിരുന്നു മഹാനവറുകളുടെ വഫാത്ത്. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ മരണം ഈ നാട്ടിലെ പുതിയാപ്പള നേരത്തെ പറഞ്ഞ ഉമർ സഖാഫി അവർ മരിക്കുമ്പോൾ ഞാൻ നാട്ടിലില്ല. നമ്മളൊക്കെ വലിയ ബന്ധമായിരുന്നു. അല്ലാഹു അവർക്കൊക്കെ ഖബറിൽ വലിയ സന്തോഷം കൊടുക്കണേ റഹ്മാനേ. ഇങ്ങനെ എല്ലാവരും മരിച്ചു പോകുമ്പോ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, മരണത്തിന് ഒരുങ്ങല്ലാതെ യാതൊരു വഴിയും ഇല്ല. നമ്മൾ ഒരുങ്ങല്ലാണ്ട് ഒരു വഴിയുമില്ല. എങ്ങനെയാ ഒരുങ്ങല്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ഒരുങ്ങണം. ഒന്ന്, ബിത്തൗബത്തി, എങ്ങനെയാ മടങ്ങേണ്ടത്? തൗബ ചെയ്തിട്ട് മരണത്തിലേക്ക് ഒരുങ്ങണം. രണ്ടാമത്തെ വിഷയം എന്താണ്? ഓറദ്ദിൽ മളാലിമി, അക്കടപാട് കൊടുത്തു വിട്ടണം. അക്കടപാട് കൊടുത്തു വീട്ടി തൗബ ചെയ്തുകൊണ്ട് മരണത്തിലേക്ക് ഒരുങ്ങലല്ലാതെ വേറൊരു വഴിയും നമുക്കില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട്. കണ്ണങ്ങ് ചിമ്മി കബറങ്ങ് കുടിച്ച് മയ്യത്ത് കബറിൽ കൊണ്ടുവച്ച് ഒരു 3 പടി മണ്ണും വാരി വലിച്ചെറിഞ്ഞ പിന്നെ ആരുമില്ല. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ദിവസം എന്റെ ഒരു പെങ്ങള് മരണപ്പെട്ടു. ഉപ്പരങ്ങാടിയിലെ തുർക്കളിയിലെ ഒരു പെങ്ങള്. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തിൽ അത്രയും കരഞ്ഞൊരു ദിവസമില്ല. കാരണം 32 വയസ്സിന്റെ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണാണ്. പെട്ടെന്ന് ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയി. പക്ഷേ മയ്യത്ത് നിസ്കരിക്കുമ്പോ ഞാൻ കരഞ്ഞു, തൽക്കിഞ്ഞെരി കൊടുക്കുമ്പോ കരഞ്ഞു. എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ ചിരിച്ചോണ്ടാ വന്നത്. തിരിച്ചു വരുമ്പോ ചിരിച്ചുകൊണ്ടാ വരുന്നത്. എന്താ ഇതിന്റെ കാരണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ കബറടക്കാൻ വേണ്ടി ഖബർസ്ഥാനിയിലേക്ക് പോയാൽ ആ മയ്യത്തിനെ കബറടക്കിയപ്പോൾ ഒരു മലക്ക് ഖബറിന്റെ മുകളിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാ. ആ മണ്ണ് വാരിക്കൊണ്ട് അവിടെ കൂടിയവരെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ്. വലിച്ചെറിഞ്ഞ് മലക്ക് പറയാൻ, നിങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം, ഈ കൂട്ടുകാരനെ മറക്കണം, ഈ കൂട്ടുകാരെങ്കിലും ഒരു ഓർമ്മിക്കാൻ നിൽക്കണ്ട, ഈ കൂട്ടുകാരനെ മറക്കൂ, നിങ്ങളെ കുടുംബത്തിലേക്ക് ഫാമിലിയിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. അതുകൊണ്ടാണ് കബറടക്കി മടങ്ങി വരുമ്പോ പിന്നെ ഒരു ഓർമ്മയില്ല. എത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും ഓർമ്മയില്ല. പക്ഷേ അവിടെ ഒറ്റക്കായി കിടക്കുന്ന ആ കബറാളുടെ രംഗം നിങ്ങൾ ഓർത്തു നോക്കൂ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മരണത്തിലേക്ക് ഒരുങ്ങണം. എങ്ങനെയാ മരണത്തിലേക്ക് ഒരുങ്ങല്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന് വലിയ പാഠമാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ ജീവിതം. ആ തങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്ക്, എന്തൊരു ജീവിതമാണ്! അത്ഭുതത്തിന്റെ അല്ല, മഹാത്ഭുതത്തിന്റെ ജീവിതമല്ലേ തങ്ങളുടെ ജീവിതം. 1960 ജനിച്ച് 88 ആകുമ്പോൾ മദനി പാസ്സായി. 89, 90, 91 3 കൊല്ലക്കാലം ഉള്ളാളത്ത് ബാപ്പന്റെ കൂടെ ദർസ് നടത്തി. എന്നിട്ട് 91 ആകുന്ന സമയത്ത് തങ്ങൾക്കൊരു രോഗം പിടിപ്പെട്ടു. ആ കൈയിന്റെ വിരലുകൾ ഇങ്ങനെ കൂടിപ്പോകുന്ന ഒരു അസുഖം, ഒരു പ്രത്യേകമായ രോഗം. ഈ രോഗം വന്നപ്പോഴാണ് താജുൽ ഉലമ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളും കൂട്ടി ബഗ്ദാദിലേക്ക് യാത്ര പോവുകയാണ്. എവിടത്തേക്കാ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആസം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി.
അവിടെ പോയി സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ രോഗം മാറി കിട്ടി. പക്ഷെ ആ രോഗത്തിന്റെ അടയാളം തങ്ങൾ വഫാത്ത് വരെ ഉണ്ടായിരുന്നു. അവിടുത്തെ കൈയിന്റെ വിരൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. അവിടുത്തെ കൈയിന്റെ വിരല് ഇങ്ങനത്തെ 3 കൈയിന്റെ വിരലിന്റെ വലുപ്പം ഉണ്ടാവും. ഒറ്റ കൈയിന്റെ വിരല് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. തങ്ങളെ കൈയിന്റെ വിരൽ വെച്ച് വലുതാ. അത് ആ രോഗത്തിന്റെ ഒരു ശാഖ ബാക്കിയുണ്ട്. അങ്ങനെ വന്ന് നാട്ടിലെത്തി 91-ൽ അവിടുത്തെ അളിയനാകുന്ന കുമ്പളത്തുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ബാപ്പനെടുത്ത് വേണ്ട മാറി നിൽക്കണമെന്ന ചിന്തയോടെയാണ് 91-ൽ കൂറയിലേക്ക് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ആ കൂറയിലേക്ക് പോയിട്ട് ഏകദേശം 33 കൊല്ലക്കാലം ജീവിതം കൂറത്തായിരുന്നു. ആ കൂറത്ത് ജീവിക്കുന്ന കാലത്ത് ചില അനുഭവങ്ങളുണ്ട്. 28-29 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ തങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെ? പുത്തൂർ ടൗണിൽ വെച്ച്. ഞാൻ എന്റെ വാപ്പന്റെ കൂടെ ദർസിൽ പഠിക്കുന്ന കാലത്ത് ഒരു നെഞ്ചുവേദന എടുത്ത കാരണം കൊണ്ട് പുത്തൂർ ഡോക്ടറെ കാണാൻ വേണ്ടി ഉപ്പ കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചു വന്ന് ബസ് സ്റ്റാൻഡിൽ ബസ്സിന് കാത്തിരിക്കുന്ന സമയത്ത് ഒരാൾ അപ്പുറത്തെ പുത്തൂർ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. ഒരു ചെറിയ മൊയിലാര് ഒരു വെള്ളയിൽ കരയുള്ള ഒരു മുണ്ട് കൊടുത്തിന്. വെള്ളയിൽ കരയുള്ള മുണ്ടില്ലേ? വെളുത്തല് കരയുള്ള മുണ്ട്, ഒരു ചെറിയ ഷർട്ട്, ഒരു മുണ്ടാസ് ഇങ്ങനെ ബെൽച്ച് കെട്ടിന് തലക്ക്. സുബ്ഹാനല്ലാഹ്. ഒരു ബെൽച്ച് കെട്ടിയ ഒരു മുണ്ടാസ്, ഒരു തുണിന്റെ പാക്ക്. ഇങ്ങനെ തുണിന്റെ പാക്ക് അറിയില്ല, പണ്ട് തുണിന്റെ പാക്ക് സ്കൂൾ കൊമ്പോട്ടുണ്ടായ തുണിന്റെ പാക്ക്, ഒരു തുണിന്റെ പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഉപ്പ പോയിട്ട് കൈ കൊടുത്ത ഇത് ആരുപ്പ? അത് ഉള്ളാൾത്തോറ മോന് എന്ന് പറഞ്ഞു. ഉള്ളാൾത്തോറ മോന് എന്ന് പറഞ്ഞു അപ്പ. ഇതിപ്പോ 28-29 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അങ്ങനെ കൂറത്തുപോയി ആ ജീവിച്ചൊരു ജീവിതമുണ്ട്. ആ 34 കൊല്ലക്കാലം അവിടെ ജീവിക്കുമ്പോ വെറുതെ ജീവിച്ചതല്ല. ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ അന്ന് മുതൽക്ക് തന്നെ ഖുർആൻ ഓതൽ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും പഴയ കാലത്ത് ബാപ്പന്റെ കൂടെ കൂറത്തുള്ള ചെറിയ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പള്ളിന്റെ പുറത്തലപ്പള്ളി, കോലായിപ്പള്ളി, പഴയ പള്ളിക്ക് ഉള്ളിലപ്പള്ളി, കോലായിപ്പള്ളി. ഇപ്പൊ പിന്നെ ഗോഡാമാണല്ലോ, അങ്ങനത്തെ ഒന്നുമില്ല. പഴയ പള്ളിക്ക് പുറത്തലപ്പള്ളി, കോലായിപ്പള്ളി ഒക്കെ കാണാം. പുറത്തലപ്പള്ളി ഒരു കസാര വെച്ചിട്ട് ഒരു ബനിയാനും വെച്ചിട്ട് ഒരു തൊപ്പിയും വെച്ചിട്ട് അവരിന്ന് ഖുർആൻ ഓതുന്ന ശൈലി പണ്ടേ തങ്ങളിൽ നിന്ന് കാണാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത അബുദാബിയിൽ പ്രസംഗിക്കുമ്പോ റമദാന്റെ ഒരു ദിവസം മുമ്പ് അബുദാബിയിലെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും റമദാനിൽ ഖത്തം തീർക്കണം, ഖുർആൻ ഓതണം, അതിലൊക്കെ പ്രയത്നിക്കണം, ഉത്സാഹിക്കണം. നമ്മ വിചാരിച്ചാൽ കഴിയും. ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ 28 ഖത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു റമദാനിന്റെ ഒരൊറ്റ മാസത്തിന് 28 ഖത്ത് എന്ന് പറഞ്ഞാല് ആ മാസത്തിൽ നോമ്പ് 29 ആയിരുന്നു. അപ്പോ 28 എന്ന് പറഞ്ഞ കാരണം എന്താ? ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ട്. അതാ 28 കാരണം. അതേതാ മുടങ്ങിയത്? കൂറത്ത് ബദരീങ്ങൾ ആണ്ടിന് തങ്ങൾ ഇങ്ങനെ സന്ദർശകരെ കാണാൻ വേണ്ടി ഇരിക്കും. ബദരീങ്ങൾ ആണ്ടിന്, കൂറത്തെ ബദരീങ്ങൾ ആണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. കുറെ നേർച്ചൊക്കെ വരും, വലിയ സംഭവമാണ്. അപ്പൊ അന്നത്തെ ഒരു ദിവസം ഓടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 28 അല്ലെങ്കിൽ 29 ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. എത്രയാണ് തങ്ങൾ ഓതുന്ന ഖത്തം? ഇനി തീർന്നോ? ഇല്ല. ബഹുമാനപ്പെട്ട തങ്ങള് ആ കൂറത്തെ പള്ളിയിൽ ജീവിക്കുമ്പോൾ, ചെറിയ പള്ളിയിൽ ജീവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഇബാദത്തിന്റെ കടുപ്പം എത്രയാണ്! ബദ്രീങ്ങളെ പേരിൽ അസ്മാഉൽ ബദ്റിന്റെ റിയാള വീട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങള്. അസ്മാഉൽ ബദ്റിന്റെ റിയാള വീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നോട് എന്നെ തങ്ങൾ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, 70 പ്രാവശ്യം അസ്മാഉൽ ബദ്റിന്റെ റിയാള വീട്ടിയിട്ടുണ്ട്. എന്താ ബദ്രീങ്ങളെ റിയാള വീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്മാഉൽ ബദ്റിന്റെ 313 പേര്. ആ 313 പേരിലെ ഒരു പേര് അവിടുത്തെ ശൈഖ് റിയാള വീട്ടാൻ വേണ്ടി പറയുമ്പോ ഒരു പേര് എത്ര പ്രാവശ്യം പറയണമെന്നാണോ നിർദ്ദേശിക്കുന്നത് അത്ര പ്രാവശ്യം പറയണം. ഏറ്റവും ചുരുങ്ങിയത് 313-ലെ ഒരു പേര് 313 പ്രാവശ്യം പറയണം. ഒരു പേര്. അങ്ങനെയുള്ള 313 പേരിനെ ഓരോന്നിനും 313 പ്രാവശ്യം പറയണം. അങ്ങനെ പറയുമ്പോ ശൈഖിന്റെ നിർദ്ദേശം എന്താണ്? ഇത് ചൊല്ലി തീർക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചൊല്ലി തീരുന്നവരെ ഒരാളോടും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ശൈഖന്മാരുടെ ചില നിർദ്ദേശപ്രകാരമാണ് റിയാള വീട്ടുക എന്ന് പറയുന്നത്. പക്ഷെ തങ്ങളുടെ ശൈഖ് എങ്ങനെ നിർദ്ദേശിച്ചു എന്ന് എനിക്കറിയില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു പേര് 313 പ്രാവശ്യമെങ്കിലും പറയണം. അങ്ങനെ പറയുമ്പോൾ 313 പേരിന് 313 പ്രാവശ്യം പറയുമ്പോ ഏറ്റവും ചുരുങ്ങിയത് 1,00,000 പ്രാവശ്യമായില്ലേ? അങ്ങനെ 1,00,000 പറയുന്ന പേര് 70-ലധികം പ്രാവശ്യം റിയാള വീട്ടിട്ടുണ്ട്.
അപ്പൊ എത്ര പേരായി? സുബ്ഹാനല്ലാഹ് 70 ലക്ഷത്തിലധികം പേരായില്ലേ പറയുന്നത്. അങ്ങനെ അസ്മാഉൽ ബദറിന്റെ റിയാദ വീട്ടിയവരാണ്. അതുകൊണ്ടാണ് തങ്ങള് ഏത് പ്രശ്നം പറഞ്ഞാലും ബദരീങ്ങൾക്ക് യാസീനോദാൻ പറയുന്നു. എന്തുകൊണ്ട്? ആ ബദരീങ്ങളെ റിയാദ വീട്ടിയ തങ്ങളാണ്. തങ്ങൾ ബദരീങ്ങളെ റിയാദ വീട്ടിയപ്പോ ആ ബദരീങ്ങളെ പേര് എന്ത് പറഞ്ഞാലും കാര്യമൊക്കെ സക്സസ് ആണ്, കാര്യമൊക്കെ റാഹത്താണ്, കാര്യങ്ങളൊക്കെ സഫലീകരിക്കുകയാണ്. കാരണോ ബദരീങ്ങളുമായുള്ള വലിയ ബന്ധമാണ്. ബദരീങ്ങൾ ബന്ധമുണ്ടായ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടല്ലേ ബദ്ർ മൗലിദിന്റെ തുടക്കത്തിൽ കാണാം, ഒരാൾക്ക് വിലായത്ത് കിട്ടുകയില്ല, ഔലിയാക്കന്മാരെ പദവിയിലെത്തുകയില്ല, ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം, അസ്മാഉൽ ബദ്ർ പാരായണം ചെയ്തുകൊണ്ടല്ലാതെ ബദ്രിയത്ത് ചൊല്ലിയാലല്ലാതെ അല്ലാഹു തആല വിലായത്ത് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞത് കണ്ടില്ലേ? മഹാന്മാരൊക്കെ അവരുടെ കിതാബിൽ എഴുതി വെച്ചതാണ്. ബദ്രിയത്ത് ചൊല്ലാത്തവർക്ക്, ബദ്രിയത്ത് എപ്പോഴും നിത്യമായി ഓതാത്തവർക്ക് അല്ലാഹു തആല വിലായത്തിന്റെ പദവി കൊടുക്കൂല. എന്നാൽ തങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട് എന്നല്ല ഏറ്റവും വലിയ തെളിവ്. അതല്ലേ വഫാത്തിന്റെ സമയത്ത് മക്കളോട് പറഞ്ഞത്, ഞാൻ ഗൗസുൽ ആദമിന്റെ അടുത്തേക്ക് പോകുകയാണ്. എന്താ ഗൗസുൽ ആദമിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞാല് അതിന്റെ തെളിവുകളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഗൗസുൽ ആദമിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാല് ആരാണ് ഗൗസുൽ ആദം? ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഔലിയാക്കന്മാരെ സ്ഥാനത്ത് ഗൗസുൽ ആദമിനെ മറികടക്കുന്ന ഒരു വലിയനെ അല്ലാഹു പടച്ചിട്ടില്ലല്ലോ. ഔലിയാക്കന്മാരെ പദവിയിൽ ഏറ്റവും വലിയ നേതാവ് ഗൗസുൽ ആദം നിങ്ങളല്ലേ, ഖുതുബുൽ അഖ്താബല്ലേ, സുൽത്താനുൽ ഔലിയ അല്ലേ, താജുൽ ഔലിയ അല്ലേ, എല്ലാ ഔലിയാക്കന്മാരും നേതാവല്ലേ. ആ നേതാവിന്റെ കീഴിലല്ലേ ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും. അപ്പൊ ഞാൻ ഗൗസുൽ ആദമിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാല് എന്റെ ഏറ്റവും വലിയ ലീഡറായ ഔലിയാക്കന്മാരെ നേതാവായ ഗൗസുൽ ആദമിന്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ പോകണമെങ്കിൽ ആ വിലായത്തിന്റെ പദവി എത്തിയാളല്ലേ അത് പറയുന്നത്. നിത്യമായി ബദ്രിയത്ത് ചൊല്ലിയപ്പോ ഔലിയാക്കന്മാരെ പദവിയിൽ എത്തിയിട്ടുണ്ട് എന്ന വിഷയത്തിൽ സംശയമില്ല. ഇനി പറയട്ടെ, അത് മാത്രമാണോ? അസ്മാഉൽ ഹുസ്ന നിങ്ങൾക്കറിയില്ലേ? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹു ഖുർആനിൽ പറയാൻ അല്ലാഹു തആലക്ക് നല്ല നല്ല പേരുകളുണ്ട്. ആ പേര് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യണം. അതാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന 99 പേര്. 99 പേരുള്ള അസ്മാഉൽ ഹുസ്ന കൂറത്തങ്ങൾ പറഞ്ഞു ഞാൻ ഇയാളെ വീട്ടിയിട്ടുണ്ട്. അതെന്റെ ബാപ്പ പറഞ്ഞിട്ട് വീട്ടിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി ഈ ബാപ്പാര താജുൽ ഉലമ. താജുൽ ഉലമ അസ്മാഉൽ ഹുസ്ന റിയാദ് വീട്ടിൽ എങ്ങനെ? അതെനിക്കറിയാം. എങ്ങനെ അറിയാം? 2005 ഞാൻ ബാക്കിമാറി ജോലി ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്റെ നാടാകുന്ന തേരമ്പാടിയിലേക്ക് വന്നിരുന്നു. അങ്ങനെ തങ്ങൾ വരുമ്പോൾ ഒരു ജനറൽ ബോഡിക്ക് വന്നതാണ്. വരുമ്പോ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് തങ്ങൾ ഇങ്ങനെ വരുമ്പോ ഞാൻ അപ്പുറത്ത് തുള്ളിട്ട് ഓടി. പിന്നെ നിൽക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെ വരുമ്പോ അപ്പുറത്ത് ഓടി ആരടാ പ്രസംഗിച്ചെന്ന് വെച്ച്. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയണ്ട. അങ്ങനെ അവിടെ ഇരുന്ന് എനിക്ക് സുഖമില്ലടാ, ഡിസ്കിന്റെ പ്രശ്നമാണ്. ഞാൻ ഏനപ്പയിലൊക്കെ കുറെ മരുന്നെടുത്ത് അവസാനം മെഡിക്കൽ കോളേജ് പോയി അഡ്മിറ്റായി. എനിക്ക് സുഖമില്ലടാ. ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ പുണ്യ മക്ക ഹറമിൽ പോയിട്ട് 1 മാസം അസ്മാഉൽ ഹുസ്ന റിയാദ വീട്ടിട്ട് വന്നതാ. ഇപ്പൊ എനിക്കൊക്കെ റാഹത്താ എന്ന് പറഞ്ഞ വാക്കാൻ. പുണ്യ റമദാനില് മക്കയിലെ പള്ളിയിൽ പോയിട്ട് റമദാൻ മുഴുവൻ ഇരുന്നിട്ട് അസ്മാഉൽ ഹുസ്നന്റെ റിയാദ വീട്ടിട്ട് വന്നതാണ്. അതെങ്ങനെയാ വീട്ടെന്നറിയോ? അസ്മാഉൽ ഹുസ്ന റിയാദ വീട്ട് എങ്ങനെ? അസ്മാഉൽ ഹുസ്ന എവിടെ? ഒന്ന് മദീനത്തെ പള്ളിയിൽ. ഒന്നിനിക്ക് എത്ര പ്രതിഫലം? 1 ലക്ഷം പ്രതിഫലം. 1 ലക്ഷം കുറഞ്ഞത് കേട്ടോ, 10 ലക്ഷം ഒന്നും അല്ല, കോടി എന്നൊക്കെ പറഞ്ഞ ഇമാമികളുണ്ട്. എന്നാൽ എപ്പോഴാ? അത് വിശുദ്ധ റമദാനില്ല. റമദാൻ ഒന്നിന് എത്ര? 70. അപ്പൊ എത്ര? 70 ലക്ഷം പ്രതിഫലം. പുണ്യ റമദാനിൽ മദീനയിൽ 70 ലക്ഷം പ്രതിഫലം കിട്ടുന്ന മക്കത്തെ പള്ളിയിൽ എങ്ങനെ റിയാദ വിട്ടത്? യാ അല്ലാഹു, അല്ലാഹു ജല്ല ജലാലുഹു 1 ലക്ഷം, അർ-റഹ്മാനു ജല്ല ജലാലുഹു 1 ലക്ഷം, അർ-റഹീമു ജല്ല ജലാലുഹു 1 ലക്ഷം. അങ്ങനെ 99 പേര്, 99 ലക്ഷം. അങ്ങനെ 1 കോടി പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 1 ലക്ഷം. അങ്ങനെ 1 കോടി ദിക്ർ
പുണ്യ മക്കയിലെ പള്ളിയിൽ ഇരുന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ ഞാൻ റിയാള വീട്ടിട്ട് വന്നതാ. ഇപ്പൊ എന്റെ രോഗം മാറി എന്ന് താജുല്ലുലമ പറയാ. ആ താജുല്ലുലമ മകനാകുന്ന ഖുറത്തു സാദാത്ത് പറയുന്നു, ഞാൻ അസ്മാഉൽ ഹുസ്നാനെ റിയാള വീട്ടിട്ടുണ്ട്. അതെന്റെ ബാപ്പ പറഞ്ഞിട്ട് വീട്ടിയതാ. അപ്പൊ എത്രയായി? ഒരു റിയാള വീട്ടിട്ടുണ്ടെങ്കിൽ 1 കോടി ദിക്ർ വേണം. എത്ര എണ്ണം വീട്ടിയെന്ന് എനിക്കറിയില്ല, എണ്ണം പറഞ്ഞിട്ടില്ല. ഒരു റിയാള വീട്ടിട്ടുണ്ടെങ്കിൽ 1 കോടി, അസ്മാഉൽ ഹുസ്നാന്റെ 1 കോടി ദിക്ർ പറയണം. നമ്മൾ ഇന്നും കൂറത്തങ്ങളെന്ന് മാത്രല്ലേ മനസ്സിലാക്കി, നമുക്ക് കൂറത്തങ്ങളെ മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വരുന്നു, ഇസ്ത്രി ഇടുന്നില്ല, ഒരു പാവ ഒരു മുസാഫിറിനെ പോലെ ഇങ്ങനെ വരുന്നു, വിളിക്കുന്നു, ഫാത്തിഹ വിളിക്കുന്നു, അല്ലെ, ദ്വാരക്കുന്നു, കുറെ നേരം ദ്വാരക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഇപ്പൊ 2 കൊല്ലം മുമ്പ് എന്റെ നാട്ടിലേക്ക് വന്ന് ദേലം പഠിക്കണം. അപ്പൊ ഞാൻ കൂറത്ത് കൂട്ടിക്കൊണ്ടുപോയതാണ്. കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു, തങ്ങളെ ദുആ കുറച്ച് കുറക്കണം, നിങ്ങൾ കുറേ കൈ നോമ്പലാണ്, നിങ്ങൾ പിടിച്ചിട്ട് കൈ നോമ്പലാണ്, കുറച്ച് കുറക്കണം, നിങ്ങൾ ദുആ എല്ലാം കുറക്കണം. എത്ര ദുആ ഇരിക്കുന്നു അറിയാ, കുറേ ദുആ കുറെ കൂടി പോകുന്ന ഇങ്ങനെ തമാശ പറഞ്ഞ് എന്റെ നാട്ടിലേക്ക് എത്തി. എത്ര എത്തുന്നേ? 6:19 മഗ്‌രിബിന് 6:19 എത്തുന്നത്. 6:25 ബാങ്ക്. എത്ര മിനിറ്റ് ഉണ്ട്? 25 6 മിനിറ്റ് അല്ലേ? 19 25 6 മിനിറ്റ് ഉണ്ട്. നേരെ സ്റ്റേജിൽ കയറി. എല്ലാവരും പള്ളിയുണ്ട്, കാരണം മാരി നിസ്കരിച്ചിട്ട് തങ്ങൾ പരിപാടി നടക്കുള്ളൂ. തങ്ങൾ നേരെ സ്റ്റേജിൽ അൽ ഫാത്തിഹ. എല്ലാവരും ഓടി സ്റ്റേജിക്ക് പോയി. ഫാത്തിഹ വിളിച്ച് റബ്ബനാതിനാ ഫിദ്ദുനിയാ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന് 1 മിനിറ്റ് നിർത്തിയിട്ട് കാറിൽ കയറിയിട്ട് പോയി. ഞങ്ങൾ പള്ളിക്ക് പോയി. ബേജാറായില്ലേ? എന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾക്ക് വിളിച്ച് ഏകദേശം ഇശ്രമങ്ങൾ കഴിഞ്ഞിട്ട് പുത്തൂർ എത്താനായിട്ടുണ്ടാവും. ശരി, എന്റെ ദുആ എങ്ങനെയുണ്ട്? ഇന്നത്തെ ദുആ എങ്ങനെയുണ്ട്? നല്ല കണ്ടീഷൻ അല്ലേ? ആഭാങ്ങൾ ഇങ്ങനെ ആക്കാൻ ആഭാ. നിങ്ങളുടെ ദുആ കോർക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ച് നമ്മൾ തങ്ങൾ ഇങ്ങനെ തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ, വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അസ്മാഉൽ ഹുസ്നാന്റെ റിയാദ് വീട്ടി ജീവിച്ചു. ബദ്രിയത്തിന്റെ റിയാദ് വീട്ടി. എത്രയാണ് ഖുർആൻ ഓതിയത്. ബഹ്റൈനിലേക്ക് ഞാൻ കൂടെ പോയിട്ടുണ്ട്, യുഎഇയിലേക്ക് കൂടെ പോയിട്ടുണ്ട്, ഒമാനിലേക്ക് ഞാൻ കൂടെ പോയിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ മുസ്ഹഫ് കയ്യിലെടുക്കും. ഓതാൻ തുടങ്ങിയാൽ ഒമാനിൽ പോയി ഇറങ്ങിയാലേ സംസാരിക്കുള്ളൂ, ഇടയ്ക്ക് സംസാരിക്കൂല. ബഹ്റൈനിൽ ഇറങ്ങിയിട്ടേ സംസാരിക്കൂല, ഇടയ്ക്ക് സംസാരിക്കൂല. നമ്മളൊക്കെ ഫ്ലൈറ്റിൽ കയറിയാൽ ഉറങ്ങാൻ മാത്രം സമയം കണ്ടെത്തുന്നവരാണ്. ഉറങ്ങാൻ ഏറ്റവും നല്ല സമയമാണ് ഫ്ലൈറ്റിൽ കയറിയാൽ. തങ്ങൾ കണ്ണ് ചിമ്മൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പോയി ബഹ്റൈനിൽ എത്തിയപ്പോൾ അവിടെ ഒരു രാജിക്കാന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ പറഞ്ഞു, തങ്ങൾ തീരെ ഉറങ്ങില്ലല്ലോ, ഫ്ലൈറ്റിൽ ഉറങ്ങില്ലല്ലോ. അപ്പൊ സൈഡ് നന്നായിട്ട് ഉറങ്ങിയല്ലേ? അതെ, ഞാൻ നന്നായിട്ട് ഉറങ്ങി, തങ്ങളെ ഉറങ്ങാനുള്ള സമയമാണല്ലോ. അപ്പൊ തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഫ്ലൈറ്റിൽ ഉറക്ക് വരും? അത് മുകളിലല്ലേ പാറുന്ന്. ഈ പാറുന്ന സമയത്ത് സംഭവിച്ച അഡ്രസ് ഉണ്ടാവോ? ആർക്കെങ്കിലും ഉറങ്ങാൻ ധൈര്യം വരുമോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങാറില്ല. ശരിക്കും അങ്ങ് ഖുർആൻ ഓതുന്നു. എന്നാലോ എവിടെയും പോയാലും തന്റെ ബാഗിൽ മുസ്ഹഫ് കൂടെയുണ്ട്. തന്റെ കാറിന്റെ ബാക്കിൽ സീറ്റ് മുസ്ഹഫ് വെക്കുന്ന ഒരു ഉറ തന്നെയുണ്ട്. എപ്പോഴും വണ്ടിയിൽ കയറിയാൽ മുസ്ഹഫ് ഓതും. അങ്ങനെ വണ്ടിയിൽ കയറി മുസ്ഹഫ് ഓതി, യാത്രയിൽ മുസ്ഹഫ് ഓതി, ഗൾഫ് യാത്ര പോയാൽ മുസ്ഹഫ് ഓതി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഖുർആൻ നന്നായി ഓതിയവരാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങള്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്നായി ഖുർആൻ ഓതുന്നവരാരാണ്? അഹ്ലുല്ലാഹ്. അവർ അള്ളാന്റെ ആൾക്കാരാണ്. ഖുർആൻ ഓതുന്നവർ അള്ളാന്റെ ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി നോക്കൂ നിങ്ങൾ, അങ്ങനെ ഖുർആൻ ഓതിയാലോ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം ഏതാണ്? സൗതു ഖിറാഅത്തിൽ ഖുർആനി. ഭൂമി ലോകത്തൊരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം അത് ഖുർആൻ ഓതുന്ന ശബ്ദമാണ്. അങ്ങനെ ഖുർആൻ ഓതി 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 അല്ലാഹുവിന്റെ ആളായി മാറിയില്ലേ സുഹൃത്തുക്കളെ? ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. നഫീസ ബീബിന്റെ ചരിത്രം ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ 2 ദിവസം ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞിട്ടുണ്ട്. ആ വഅദ് പറയാൻ വേണ്ടി ഇങ്ങനെ നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രം നോക്കുമ്പോ അതാ കാണുന്നു, നഫീസത്തുൽ മിസ്രിയ മദീനയിൽ നിന്ന് മിസ്റിലേക്ക് യാത്ര പോയി. അങ്ങനെ മിസ്റിലേക്ക് യാത്ര പോയപ്പോൾ അന്ന് രാജ്യം ഭരിക്കുന്ന മിസ്റിന്റെ രാജാവ്, ആ മിസ്റിന്റെ രാജാവിന്റെ കൊട്ടാരം, പഴയ കൊട്ടാരം, അത് നഫീസത്തുൽ മിസ്രിയക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നു. എന്താ കൊടുക്കാൻ കാരണോ? നഫീസത്തുൽ മിസ്രിയ മദീനയിൽ നിന്ന് മിസ്റിലെത്തി എന്ന വാർത്ത കേട്ടപ്പോ ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. വെള്ളം മന്ത്രിക്കാൻ, പുറത്തകടുമ്പിൽ വെള്ളം മന്ത്രിക്കാൻ പോകാറില്ലേ? വെള്ളം മന്ത്രിക്കാൻ കുപ്പി
കുട്ടിയുമായി ജനങ്ങൾ വരികയാണ്. മക്കളെടുത്തുകൊണ്ട് നഫീസുൽ മിസ്രിയാന്റെ മുമ്പിൽ വരികയാണ്. അങ്ങനെ വലിയ സങ്കടം പറയാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ നഫീസുൽ മിസ്രിയ മിസ്രിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ മിസ്രിലെ നാട്ടുകാര് പോയി ഭരണാധികാരിയോട് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നഫീസുൽ മിസ്രിയ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ ശല്യം കൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ജനങ്ങൾ ഇങ്ങനെ വന്ന് എന്നെ ഇടങ്ങേറാക്കുന്നുണ്ട്. ജനങ്ങൾ ഇങ്ങനെ സന്ദർശനത്തിന് വരുന്നുണ്ട്, എനിക്ക് ഇടങ്ങേറാകുന്നുണ്ട്. അതുകൊണ്ട് ഞാനതാ മദീനയിലേക്ക് മടങ്ങി പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ രാജാവ് ആൾ വിട്ടുകൊണ്ട് നഫീസുൽ മിസ്രിയാന്റെ മുമ്പിലേക്കാണ് വരുന്നു. വന്നവര് പറയുന്നു, നഫീസ ഉമ്മ നിങ്ങൾ നാടുവിടാൻ പാടില്ല, രാജാവിന്റെ ഓർഡറാണ്. നഫീസുൽ മിസ്രിയ പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ഞാൻ പോകല് തന്നെ, ഞാൻ നാടുവിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവസാനം ഭരണാധികാരി തന്നെ വന്നിട്ട് നഫീസുൽ മിസ്രിയാനോട് പറയുന്നു, ഉമ്മ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഞാൻ സൗകര്യം ഏർപ്പെടുത്തി തരാം. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ജനങ്ങളെ തിരക്ക് കൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ജനങ്ങളെ തിരക്കിൽ ഖുർആൻ ഓതാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഭരണാധികാരി പറയുന്നു, ഉമ്മ നിങ്ങൾക്ക് ഈ സ്ഥലം ചെറിയ സ്ഥലമല്ലേ, എന്റെ പഴയ കൊട്ടാരമുണ്ട്, അവിടെ ഏക്കർ കണക്കിൽ കിടക്കുന്ന കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ മാറിക്കോളൂ, അവിടെ താമസിച്ചോളൂ. അപ്പോഴാണ് ഉമ്മ പറഞ്ഞു, ഓക്കെ ഞാൻ അവിടെ താമസിക്കാം, പക്ഷേ ജനങ്ങളെ ശല്യം എങ്ങനെ ഇല്ലാതെയാകും? തിരക്ക് കൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല. നഫീസുൽ മിസ്രിയാന്റെ വാക്കാണ്. കേൾക്കുന്ന ഉമ്മമാരെ കേട്ടോളൂ, നിങ്ങളെ ഉമ്മാന്റെ കഥയാ ഞാൻ ഇത് പറയുന്നത്. അപ്പോഴാണ് ഭരണാധികാരി പറയുന്നു, ഉമ്മ എന്നാ ജനങ്ങൾക്ക് സമയം വെക്കാം, സമയം നിശ്ചയിക്കാം. എന്നിട്ട് ഭരണാധികാരി പറയുന്നു, ശനിയാഴ്ചയും ബുധനാഴ്ചയും നഫീസുൽ മിസ്രിയാനെ സന്ദർശിക്കാം. ആഴ്ചയിൽ 2 ദിവസം മാത്രം, ശനിയാഴ്ചയും ബുധനാഴ്ചയും. ഈ 2 ദിവസമല്ലാതെ നഫീസുൽ മിസ്രിയാനെ കാണാൻ പോകാൻ പാടില്ല. അങ്ങനെ 2 ദിവസം മാത്രം സന്ദർശകർക്ക് സമയം കൊടുത്തിട്ട് ബാക്കി മുഴുവനും ഇബാദത്തിന് സമയം കൊടുത്തപ്പോ നഫീസുൽ മിസ്രിയ തനിക്ക് കിട്ടിയ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളില് സ്വന്തം കൈകൊണ്ട് കബറ് കുഴിക്കുകയാണ്. അവിടത്തെ കൈകൊണ്ട് കുറച്ച് കബറിങ്ങനെ കുഴിച്ചിട്ട് മാസങ്ങളെ കൊണ്ട് കബറിന്റെ പണി പൂർത്തിയാക്കുകയാണ്. അങ്ങനെ കബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ സ്വന്തം കൈകൊണ്ട് കുഴിച്ച കബറില്ലേ, ആ കബറിന്റെ ഉള്ളിൽ നിന്നിട്ട് 6000-ഓളം ഖത്തം തീർത്ത മഹദിയാണ് നഫീസുൽ മിസ്രിയ. 6000-ഓളം ഖത്തം തന്റെ സ്വന്തം കൈകൊണ്ട് കുഴിച്ച കബറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഖത്തം തീർത്ത മഹദിയാണ് നഫീസുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അവരെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. അങ്ങനെ എത്ര മഹദിമാർ, എത്ര മഹാന്മാർ. ഷാഫി ഇമാമൊക്കെ ഓതിയ ഖത്തമുകൾ എത്രയാണ്, സുബ്ഹാനല്ലാഹ്. മദ്ഹബിന്റെ ഇമാമികൾ ഓതിയ ഖത്തമുകൾ എത്രയാണ്. ആ കൂട്ടത്തിൽ അടുത്ത കാലത്ത് ഇത്രയും ഖത്തം ഓതിയവരാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളാണ്. അല്ലാഹു അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങൾക്കും ഖുർആൻ അധികരിപ്പിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരോടും ഒരു വസിയത്താണ്, ഖുർആൻ കഴിവിന്റെ പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കണോ. എന്തുകൊണ്ട്? മഹാന്മാരെ അനുസ്മരിക്കേണ്ടത് എന്താണ്? ജനങ്ങൾക്ക് അമൽ ചെയ്യാൻ പ്രചോദനം ലഭിക്കുന്ന വയലാകണം. അല്ലാതെ മഹാന്റെ കറാമത്ത് മാത്രം പറഞ്ഞ് പോകാറല്ല. ജനങ്ങൾക്ക് അതുകൊണ്ട് താഴത്തിലേക്ക് പ്രചോദനം ലഭിക്കണം. അതല്ലേ അനുസ്മരണം എന്ന് പറയുന്നത്. കൂറത്തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടുത്തെ മുഅ്മിനീങ്ങളോട് പറയാണ്, ഇപ്പൊ തന്നെ തീരുമാനമെടുക്കണം. എത്രയാണോ കഴിയുന്നത് അത്രയും ഖത്തം ഓതണോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ യാസീൻ നന്നായി ഓതാൻ അറിയുന്നവരുണ്ട്, ആ യാസീൻ നന്നായി പാരായണം ചെയ്യണോ. അതും അറിയാത്തവര് ഫാത്തിഹ ഓതാൻ അറിയാത്തവരില്ലല്ലോ. എത്രയാണോ കഴിയുന്നത് അത്രയും ഫാത്തിഹ ഓതണം. ഖുൽ ഹുവല്ലാഹ് സൂറത്ത് അധികരിപ്പിക്കണോ. അങ്ങനെ ഖുൽ ഹുവല്ലാഹ് ഓതി ഫാത്തിഹ ഓതി ഖുർആൻ ഓതി ഹബീബായ തങ്ങൾ പഠിപ്പിച്ചൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ കൂറത്തങ്ങൾ ഖുർആൻ ഓതി പോരാ, ചൊല്ലിയ ദിക്റുകൾ എത്രയാണ്, ചൊല്ലുന്ന സ്വലാത്തുകൾ എത്രയാണ്. അവിടുത്തെ റൂമിൽ പോയാൽ കാണാം.
ഇങ്ങനെ സലാത്ത് കിതാബ് എടുത്തിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ടാകും തങ്ങളവർക്കൾ. ഇങ്ങനെ ഒരു മിനിറ്റ് പോലും ഒഴിവാക്കാതെ റൂമിൽ പോയാൽ ഇങ്ങനെ സ്വലാത്ത്. ഈ അടുത്ത് പോയപ്പോ ഹജ്ജിന് പോകുന്ന സമയത്ത് പോയപ്പോ ഇങ്ങനെ സ്വലാത്ത് വരുമ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ ബാപ്പ തന്നതാണ്, ഇതൊക്കെ ബാപ്പ തന്നതാണ്. ഇങ്ങനെ ഇരുന്നിട്ട് സ്വലാത്തിന്റെയാണ് റൂമില് ബാപ്പാന്റെ സ്വലാത്ത്. എത്രയാണ് ബാപ്പ കൊടുത്ത സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി. അതിനെല്ലാം പുറമെ നിങ്ങൾക്കറിയോ തങ്ങൾ കെട്ടിച്ച പള്ളി എത്രയാണ്? തങ്ങൾ കെട്ടിച്ച പള്ളി എത്രയാണ്? ഇവിടെ കെട്ടിച്ച കൽക്കത്തയിലല്ല, ഇവിടെ കൽക്കത്തയല്ല, ഈ കൽക്കട്ടയിലല്ല, മഞ്ഞനാടിയിലല്ല. എവിടെ കെട്ടിച്ചേ? ഉത്തര കർണാടകയില്, ബിജാപൂർ, ഗുൽബർഗ, ഹുബ്ബള്ളി. ദീനില്ലാത്ത നാട്ടിൽ പോയിട്ട് ഞാൻ ഓർത്തുപോയാണ്. പിന്നെ ബിജാപുരത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോ അവിടെ ഒരു പള്ളിയുണ്ട്, നല്ലൊരു ചെറിയ പള്ളി. അങ്ങനെ പള്ളിയിൽ കയറി നിസ്കരിച്ചപ്പോ അവിടെ ഒരാൾ പറഞ്ഞു ഇത് കൂറത്തങ്ങൾ കെട്ടിച്ച പള്ളി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരാൾ വന്ന് അയാൾ പറഞ്ഞു പ്രസിഡന്റിന്റെ പേർക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പ്രസിഡന്റിന്റെ പേർക്ക് പോയി. പ്രസിഡന്റ് ആ കൂറത്തങ്ങൾ കെട്ടിച്ച പള്ളിന്റെ പ്രസിഡന്റ്. പോയി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ചെറിയൊരു വീട്, ആ വീട്ടിൽ റൂമൊന്നുമില്ല. അങ്ങനെ ഇയാളോട് സംസാരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ഉസ്താദേ, കന്നഡത്തിൽ ഉസ്താദേ ഞാനിപ്പോ മഗ്‌രിബും സുബഹി നിസ്കരിക്കുന്നു, അത് കൂറത്തങ്ങ് ഇത് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇങ്ങനെ മഗ്‌രിബും സുബഹി നിസ്കരിക്കുന്നുണ്ട്, കൂറത്തങ്ങൾ ഇത് തുടങ്ങിയത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉമ്മ ഉണ്ട്, വയസ്സിൽ ഏകദേശം 80 വയസ്സാ ഉമ്മക്ക്. ആ ഉമ്മ ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഞങ്ങൾ പറയുന്നു ഉസ്താദേ ഈ കൊല്ലം മാത്രം ഞാൻ റമദാനിൽ 20 നോമ്പ് നോക്കീന് എന്ന് പറഞ്ഞു. ഈ കൊല്ലത്തിൽ ഞാൻ റമദാനില് 20 നോമ്പ് നോക്കീന് എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താ? ദീൻ എന്താണെന്ന് അറിയില്ല. ദീനില്ലാത്ത നാട്ടില് സുബ്ഹാനല്ലാഹ് അറിഞ്ഞു നോക്കുമ്പോ ബീജാപുരത്തും ഗുൽബർഗ ഭാഗത്തൊക്കെ തങ്ങൾ കെട്ടിച്ച പള്ളി എത്രയാണ്? ഇതിന് അവിടെ പള്ളി അടിച്ച് ദീനില്ലാത്ത നാട്ടില് ഇടക്കിടക്ക് തങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ബീജാപുരത്ത് എന്ന് അറിയും. എന്താ ബീജാപുരത്ത്? അവിടെ തങ്ങൾ പള്ളിയടി സലാത്ത് തുടങ്ങിയിട്ടുണ്ട്. സലാത്തിന്റെ വാർഷികത്തിന് പോയതാ. ആരാ കൈ മുടക്കുന്നു? കൈ മുടക്കാൻ മനുഷ്യന്മാര് പൈസ കൊടുത്തല്ലേ കൈ മുടക്കാൻ? ആര് കൈ മുടക്കാനാ? അയാൾക്കൊക്കെ എന്റെ കഥ അറിയാം. ഓരോക്കെ ആരാണ് അവിടെ നിന്ന് പൈസ കൊടുക്കാനാണോ? ബിജാപുര, ഗുൽബർഗ, ഹുബ്ബള്ളി ഭാഗത്തൊക്കെ എത്രയാണ് നിർമ്മിച്ച പള്ളികൾ. സുബ്ഹാനല്ലാഹ്, നമുക്കിതൊന്നും അറിയില്ല. സാധുക്കൾ ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലൊരു പള്ളിന്റെ ആവശ്യത്തിന് പോയി പറഞ്ഞു നിങ്ങൾക്ക് പള്ളിക്ക് 1 കോടി വേണ്ടേ? ഞാൻ അങ്ങ് ബീജാപുരത്ത് 10 എണ്ണം കെട്ടിക്കുന്നു പറഞ്ഞു. 10 എണ്ണം കെട്ടിക്കും. ശരി, അവിടെ 10 ലക്ഷം മതി പള്ളി കെട്ടാന്. ഇവിടെ 1 കോടി വേണം പള്ളി. കാണുന്നില്ലേ 1 കോടി വേണ്ടേ പള്ളി കെട്ടാന്? എന്നാ ബീജാപുരത്ത് എത്ര മതി? ബീജാപുരത്ത് ഗുൽബർഗ 10 പള്ളി കെട്ടാ. ഇങ്ങനത്തെ പൈസ 10 എണ്ണം കെട്ടാ. അപ്പൊ ഇവിടെ 1 കെട്ടുന്നതിനേക്കാൾ അവിടെ 10 കെട്ടലല്ലേ കയറ്. അങ്ങനെ തങ്ങൾ കെട്ടിച്ച പള്ളി എത്രയാണ്? സുബ്ഹാനല്ലാഹ്, ആർക്കറിയില്ല സംഭവങ്ങള്. ഇത് പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. അങ്ങനെ ദീനില്ലാത്ത നാട്ടിൽ പോയി പള്ളി നിർമ്മിച്ച് ആ ജനങ്ങൾക്ക് പലതും പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ തങ്ങളെ അത്ഭുതത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇനി നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ സേവനം എന്താ? ജനങ്ങളുടെ മനസ്സമാധാനം നൽകിയ ഒരു തങ്ങൾ വഫാത്താകുമ്പോൾ നമ്മൾ എന്താ ചിന്തിച്ചത്? ഇനി ആരത്തേക്കാ പോവാ? ഇന്നലെ എൻ്റെ ഒരു ശിഷ്യൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദേ എൻ്റെ ഭാര്യയ്ക്ക് 6 മാസമായി, ഡോക്ടർ ഇപ്പൊ പറയുന്നു ഹാർട്ട് പടക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഓന്റെ ഹാർട്ട് ടെസ്റ്റ് ആക്കാൻ പറയും മുന്നേ അക്കിടാന്റെ. നീ കൂറത്തങ്ങ് ഗ്യാസിന് ഒതുക്കുന്നു. വേറെ ഒന്നും പറയാൻ കഴിയില്ല. എന്താ കൂറത്തങ്ങളാണ് ഇതൊക്കെ നിയന്ത്രിച്ചത്? നീ കൂറത്തങ്ങ് ഗ്യാസിന് ഒതുക്കോന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ല. ഹാർട്ട് പടക്കം 6 മാസം ഉമ്മാന്റെ ബാറ്റിന്റെ ഉള്ളിൽ 6 മാസമായിട്ട ഹാർട്ട് പടക്കുന്നില്ല. അങ്ങനെ ഓനെ വെച്ച് നോക്കണം ഹാർട്ട് പടക്കുന്ന ഡോക്ടറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഇങ്ങനെ എത്ര പേര്, എത്ര പാവങ്ങളുടെ അത്താണിയായി ജീവിച്ചു തങ്ങൾ അല്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര 1, 2 എന്നാണ്, എത്രയാണ് അല്ലാഹു തആല കൊടുത്ത ഈ ഇബാദത്ത് കൊണ്ട് അല്ലാഹു തആല കൊടുത്ത ഒരു ധൈര്യം. എന്താണ് തങ്ങളുടെ ധൈര്യം? നിങ്ങൾ നോക്ക്. വലിയ 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 രോഗങ്ങൾ തങ്ങൾ എന്താ പറയാ? വെള്ളം കുടിച്ചോ, മരുന്നൊക്കെ മാറ്റി വെച്ച് വെള്ളം കുടിച്ചോ. ഡോക്ടർ പറയുന്നൊന്ന് കേൾക്കാൻ നിൽക്കണ്ടേ, വെള്ളം കുടിച്ചോ. എത്രയാണ്? 1, 2 ഒന്നല്ല, എത്ര അനുഭവങ്ങളാണ്. എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ലണ്ടനിൽ പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് എന്തോ ഒരു രോഗം ഉണ്ടായി. അങ്ങനെ രോഗം ഉണ്ടായപ്പോ അവിടെ നിന്ന് കുറെ ചികിത്സിച്ച് അവസാനം കോഴിക്കോട് എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് മെഡിക്കൽ കോളേജിൽ കുറെ ദിവസം കിടത്തി. അവസാനം ഡോക്ടർ പറഞ്ഞു എനിക്ക് കൊണ്ടുപോയിക്കോളി, ഒരു വഴിയില്ല, ഓക്സിജൻ വെച്ചിട്ടുണ്ട്, ഇതെടുത്താ മയ്യത്താണ്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളൊക്കെ വരുമ്പോ പുരയിലുണ്ട്. അപ്പൊ ഞാൻ പുരക്കാരോട് പറഞ്ഞു ഏതായാലും എടുക്കുന്ന വേണ്ട, ഒന്ന് നമുക്ക് തങ്ങളത്തെ കൊണ്ട് നോക്കി പിടിച്ചപ്പോ തങ്ങ കൂറത്തുണ്ട്. ഞാൻ എന്റെ സാക്ഷി, ഓരോ കാരാമത്ത് കേട്ട് പറയാലോ, ഞാൻ നടത്തിയ പരിപാടിയാണ്. അങ്ങനെ കൂറത്തേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ എന്തുസ്തങ്ങ പറയുന്നത്, സ്വന്തം പാപ്പ എന്തുസ്തങ്ങ പറയുന്നത്, ഈനോടത്തോടെ കൂറത്തേക്ക് വന്നാൽ ഏതായാലും പോവാ എന്ന് പറഞ്ഞു.
അങ്ങനെ പോയി നോക്കുമ്പോ തങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുണ്ട് അവിടെ. ഞാൻ വല്ല തങ്ങളോട് തങ്ങൾ ഒരു ആംബുലൻസിൽ ഒരു മയ്യത്ത് കൊടുക്കുന്നതിൽ കൊണ്ടൊരു കബറടക്ക്, മയ്യത്ത് എടുക്കുന്നതിനോട് വെച്ചതിനോട് കൊണ്ടൊരു കബറടക്ക്. അല്ല ഞങ്ങളെ മരിക്കാനായിന്, ഞങ്ങളെ മരിക്കാനായിന്. പിന്നെയും പതി കൊണ്ടൊരു കബറടക്ക് പറഞ്ഞോട്. അങ്ങനെ കുറെ നേരം ആൾക്കാരുണ്ടവൻ അങ്ങനെ പെട്ടെന്ന് എണിക്കാൻ പറ്റൂലല്ലോ. കുറെ കഴിഞ്ഞ പാട്ട് എണിച്ച് ആംബുലൻസിന്റെ ഡോർ തുറന്ന് ഇങ്ങനെ നോക്കി. ഊതലെങ്ങനെയാണല്ലോ, കാരണം എല്ലാ സ്റ്റോക്ക് മുന്നേ റിയാദ വീട്ടിലാക്കി വെച്ചത്, കുറെ ഓതേണ്ട ആവശ്യമൊന്നുമില്ല. തങ്ങളെ ഊത്ത് അത്ര മതി, എത്ര മുമ്പ് തന്നെ റിയാദ വീട്ടി വെച്ചതുകൊണ്ട് ഇനി ഊതാൻ പണിയൊന്നുമില്ല. അങ്ങനെ ഊതിയിട്ട് വയറൂരി എടുത്തു, വയറൂരി ഒരു യാസിനൊരു വെള്ളം കൊടുക്കുന്നു, തീർന്നു. ഓനിപ്പോ മംഗലേജിന് 3 കിടാക്കൊണ്ട് ഇപ്പൊ ഗൾഫിലുണ്ട്. നിങ്ങൾ മരിച്ചെന്ന് വിചാരിച്ച ഓന് 3 കിടാക്കുണ്ട്, ഓനിപ്പോ ഗൾഫിലുണ്ട്. ആർക്കെങ്കിലും ധൈര്യം വരുമോ? ഡോക്ടർ ഇതിനെ ഊരാനായിരിക്കും ധൈര്യം വരും? ചിന്തിച്ചു നോക്കിയാ, ആരെ കാണിച്ചാൽ എന്താ പറയാ? നീ വെള്ളം കൊടുത്തോടി, ഡോക്ടറെ അടുത്ത് കൊണ്ടിട്ട് കാണിക്കുന്നല്ലേ പറയാ, ഊരലെന്നെ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാമാണ് പറയുന്നത്, എന്തെല്ലാമാണ് ഡോക്ടർമാര് പറയുന്നത്. എല്ലാത്തിനും പരിഹാരമാണ് ബഹുമാനപ്പെട്ട തങ്ങള്. സുഹൃത്തുക്കളെ, ആ തങ്ങൾ നമ്മോടൊപ്പം ഇന്നില്ല. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അങ്ങനെയാണ് ഞാനാരോ മരിച്ചു വെച്ചോ, ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് വേദന കേൾക്കുന്നതിൻ്റെ പ്രശ്നമില്ല അല്ലേ? അപ്പോൾ നിഫീസത്തുൽ മിസ്രിന്റെ ചരിത്രം പറഞ്ഞതിൽ വെറുതെ ഞാൻ പെണ്ണുങ്ങൾക്ക് വേണ്ടി തന്നെ പറഞ്ഞില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾ നോക്ക്, ഇങ്ങനെ എത്ര പാവങ്ങൾ അത്താണിയായി ജീവിച്ചു, എത്ര ജനങ്ങൾക്ക് സമാധാനം കൊടുത്തു അല്ലേ? ഏതൊക്കെ പ്രശ്നങ്ങളാണ് തങ്ങളുടെ മുമ്പിൽ വരുന്നത്, എല്ലാത്തിലും തങ്ങൾ പരിഹാരം പറഞ്ഞു. എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര ക്യാൻസർ രോഗികളുടെ അവിടുത്തെ വെള്ളം കുടിച്ച് ശമനം ലഭിച്ചവർ അല്ലെ, ഡോക്ടർമാരും മക്കളില്ലാന്ന് വിധി എഴുതി എത്ര പേരുണ്ട്. ഇന്നതാ പ്രസവിച്ച് എത്ര മക്കളാണ്. അങ്ങനെ എത്ര അനുഭവങ്ങൾ പറയാനുണ്ട്. കറാമത്തിന്റെ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഇതെവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ അള്ളാഹുലേക്ക് അടുക്കുന്ന സമയത്ത് അള്ളാഹു ഒരു മനുഷ്യനിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്ന സമയത്ത് അള്ളാഹു തആല കൊടുക്കുന്ന ബഹുമാനമാണ്. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി മഹാന്മാരായ ബദ്രീങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ബദ്രീങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോ അല്ലാഹു തആല അവിടുത്തെ നാവിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ കറാമത്തായി കാണിച്ചു കൊടുക്കുകയാണ്. അത് ലോകത്തിന്റെ ചരിത്രമാണ്. പരിശുദ്ധ ഖുർആൻ അതിൽ അടയാളപ്പെടുത്തുകയാണ്. ഹദീസ് വിശദീകരിക്കുക, ഞാൻ തെളിവുകളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇങ്ങനെ എത്രയോ അത്ഭുതം കാണിച്ചു എന്ന് പറയുമ്പോ തങ്ങളെ കുറിച്ച് അറിയാത്തവര് പരിഹസിക്കുകയാണ്, തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാത്തവര് പരിഹസിക്കുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ തങ്ങളെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ ഒരു കാര്യം കൂടി അടക്കി വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തിലേക്ക് ഒരുങ്ങണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാ മരണത്തിലേക്ക് ഒരുങ്ങേണ്ടത്? 1 തൗബ ചെയ്യണം, 2 അക്കടവാട് വീടണം. ഞാൻ എല്ലാവരോടും ഒരു വിഷയം ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ, അക്കടവാടിന്റെ വിഷയം വളരെ ശ്രദ്ധിക്കണം. അക്കടവാടിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. അതെന്തേ? ഞാനൊരു തെറ്റ് ചെയ്തവനാണ് എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറയുന്നത്? ഓ മനുഷ്യ, എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്ത ജനങ്ങളോട് പറയണം നബിയെ. എന്താ പറയേണ്ടത്? നിങ്ങൾ എന്റെ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത്. എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാൻ പാടില്ല. ഞാൻ വലിയ തെറ്റ് ചെയ്തവനാണ്, പക്ഷേ എത്ര വലിയ തെറ്റാണെങ്കിലും എന്റെ തെറ്റിനേക്കാളും വലുതാണ് റബ്ബിന്റെ റഹ്മത്ത് എന്ന ചിന്ത എനിക്കുണ്ടാകണം. ആ റബ്ബ് എനിക്ക് പൊറുക്കാതിരിക്കൂല. എത്ര വലിയ തെറ്റുകാരനായാലും എന്റെ റബ്ബ് എനിക്ക് പൊറുക്കാതിരിക്കൂല. ഈ ഒരു ചിന്ത എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകണം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അതെന്താ? ഞാൻ ഒരു പക്ഷെ വ്യഭിചരിച്ചവരാണ്, ഒരു പക്ഷേ അക്രമങ്ങൾ ചെയ്തവരാണ്, വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്തവരാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്റെ റബ്ബുമായി
ബന്ധപ്പെട്ട തെറ്റാണ് എങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നേക്കാം, തൗബന്റെ കാരണം കൊണ്ട് പുറത്തു തന്നേക്കാം. ഇനി നിങ്ങൾ കണ്ടില്ലേ, എത്രയോ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ അല്ലാഹു തആല പൊറുക്കുകയാണ്. അഥവാ ഒരാൾ ഹജ്ജ് ചെയ്താൽ, സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്താൽ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പൊറുക്കുന്നു എന്ന് ഹദീസിൽ കാണാം. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയാണ്, എല്ലാ തെറ്റുകളും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്റെ റബ്ബുമായി ചെയ്തു വെച്ച തെറ്റുകൾ അത് മുഴുവനും ഹജ്ജ് കൊണ്ട് പൊറുക്കുകയാണ്. എന്നാലോ മനുഷ്യരുമായുള്ള അക്കടപാടിന് അല്ലാഹു പൊറുക്കൂല. അക്കടപാട് അല്ലാഹു തആല പൊറുക്കൂല. യജമാനായ റബ്ബുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പൊറുക്കുകയാണ്. ഒതുകൊടുക്കുന്ന സമയത്ത് മുഖത്തിന്റെ തെറ്റ് ഹൗദിലേക്ക് വീഴുകയാണ്, കൈ കഴുകുമ്പോ കൈയിന്റെ തെറ്റ് ഹൗദിലേക്ക് വീഴുകയാണ്, തല കഴുകുന്ന സമയത്ത് തെറ്റുകൾ തെറിച്ചു വീഴുകയാണ്, കാല് കഴുകുന്ന സമയത്ത് തെറ്റുകൾ ഒഴുകിപ്പോകുകയാണ്. പക്ഷേ മഹാന്മാര് പറഞ്ഞു, അതൊക്കെ അല്ലാഹുമായി ബന്ധപ്പെട്ട തെറ്റുകളാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ഒരിക്കലും പൊറുക്കൂല. ഇനി നിങ്ങൾ നോക്ക്, തീർന്നില്ല. എന്തേ? ഇനിയോ ഒരാൾ മരിച്ചാല് നാട്ടുകാര് മുഴുവനും വന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, കുറെ ആൾക്കാർ അയാൾക്ക് വേണ്ടി കരയുന്നു, കുറെ ആൾക്കാർ ദിക്ർ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. ശരിയാണ്, അയാൾക്ക് വേണ്ടി നമ്മളൊക്കെ കരഞ്ഞ് ദുആ ചെയ്യുന്നു. എന്നാലോ അല്ലാഹുമായി ബന്ധപ്പെട്ട തെറ്റ് അല്ലാഹു പൊറുക്കുകയാണ്. മനുഷ്യന്റെ അക്കടപാട് അവിടെയും ബാക്കിയാ. അപ്പോ ഒരാൾ പറയുന്നു, അത് മയ്യത്തിടെ കൊണ്ടുവച്ചിട്ട് അപ്പൊ ഉസ്താദ് ഒരു അനൂസ് നടത്തൂടെ? എന്ത് ഇതാ എല്ലാവരും മയ്യത്തിന് പുറത്തു കൊടുക്കണോ? ഇങ്ങനെ എല്ലാവരും മയ്യത്തിന് പുറത്തു കൊടുക്കണോ? അക്കടപാടുണ്ടെങ്കിൽ മോനുമായിട്ട് ബന്ധപ്പെടും. അത് ഒരു മാമൂലായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് അല്ലേ? അത് ഉസ്താദ് പറയുമ്പോ ഞങ്ങൾ പുറത്തു കൊടുത്തു പറഞ്ഞോ? ഇല്ല. തലാട്ടിയോ? ഇല്ല. അത് പിന്നെ എപ്പോഴും കേൾക്കുന്നില്ല. ശരി, എന്നാ പിന്നെ ഉസ്താദ് പൊരുത്തപ്പെടിക്കുന്നത് ശരി തന്നെയാണ്, ജനങ്ങൾ പുറത്തു കൊടുക്കും. എന്നാ പിന്നെ ഇയാൾ അക്കടപാടുള്ള ആൾ ഈ പള്ളിനുള്ളിൽ മാത്രമുള്ള ആളാ? ഈ മരിച്ച ആൾ അക്കടപാടുള്ള ആള് ഈ പള്ളിയിലുള്ള ആൾക്കാർ മാത്രമാണോ? നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം നാട്ടിൽ എവിടൊക്കെ അക്കടപാട് കൊടുക്കാനുണ്ട്, എവിടൊക്കെ വീടാനുണ്ട്, പള്ളിനകത്ത് മാത്രമല്ലല്ലോ. ഇനിയോ വേറെ ചില ആൾക്കാർ. അതെന്താ? പണ്ടൊരാൾ മരിച്ചപ്പോ മൂത്ത മോന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അനുഭവമാണ്, എന്നോട് പറഞ്ഞു, മൊയ്ലാരെ മൈക്കൽ ചെല്ലീർ പിന്നെ അക്കടപാടലുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ ചെല്ലീർ പൈസ പോലത്തെ ഉണ്ടെങ്കിൽ മൂന്നുമായിട്ട് ബന്ധപ്പെടാൻ പറയുന്നു. ഞാൻ അങ്ങനെ മൈക്കെടുത്തിട്ട് പറഞ്ഞു, അയാൾ ചെല്ലല്ലേ എന്ത് ഇതാ എന്തോ അക്രമലുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിരി, ഇടപാടുണ്ടെങ്കിൽ മൂന്നായിട്ട് മുഹമ്മദ് അബിരിയമോ മൂന്നായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മരിച്ചിട്ട് മൂന്നില്ലെന്ന് ഒരാൾ വന്ന് ഈ മുഹമ്മദ് ഖാന്റെ പേർക്ക്, അഥവാ മരിച്ച ആള് മൂത്ത മോന്റെ പേർക്ക് വന്നിട്ട് ചെല്ലി, ഞാൻ ആ പള്ളിയിൽ ഉസ്താദ് ചെല്ലിയല്ലേ, പിന്നെ അക്കടപാടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടു, കണക്ക് നിങ്ങളുടെ ഉപ്പ ഒരു 15,000 രൂപ തരാണ്ട് ഒക്കെ ആ പള്ളിയിൽ ചെല്ലിയ മൊയ്ലാറൊന്ന് മിക്കപ്പോ ആ പള്ളിയിൽ നിന്ന് ചെല്ലിയ മൊയ്ലാറൊന്ന് മിക്കപ്പോ അതിൽ പിന്നെ ഞാൻ മതിയാക്കി. ഇപ്പം ആരെങ്കിലും എൻ്റെ ജമാഅത്തിൽ ആരെങ്കിലും ചെല്ലെങ്കിൽ എല്ലാം ഉറപ്പിച്ചിട്ടായിട്ട് തന്നെ ചെല്ലുന്നത്, നേരന്നല്ലേ ചെല്ലുന്നത്, എൻ്റെ തലക്കിടാനുള്ള പരിപാടിയല്ലല്ലേ. അപ്പൊ എന്തിനീ ചെല്ലിയെന്നറിയോ? മുന്നിയാ തന്നെ ചെല്ലാൻ പറഞ്ഞതിന് അവിടെ കൂടിയാളെല്ലാം ചൊല്ലി, അപ്പോ ആ വലിയ മോനി ഉപ്പാനോട് എന്ത് പിരിസറ കട തേച്ചു ഓനെ ഏറ്റെടുത്തില്ല. ആടുന്ന് ഓനി വേണ്ടിയ പേര് പുതാറ്, ആടുന്ന് ഓനിക്ക് വേണ്ടിയ പുതാറാണ്, പേരാണ്, സ്ഥാനാണ്. ഏത് കാലം എന്നറിയോ? പണ്ടൊരുത്തന്റെ താടിക്ക് തീ പിടിച്ചാലോ, താടിക്ക് തീ പിടിച്ചപ്പോ നാട്ടുകാർ കടത്താൻ വന്നു. അപ്പൊ മൂത്ത മോന് പാഞ്ഞു കൊണ്ട് വന്ന് കിടത്തിരുന്നു, ഞാൻ സിഗരറ്റ് ഒപ്പിച്ചു വന്നേ. കണ്ടോ? ഞാനൊരു സിഗരറ്റ് ഒപ്പിച്ചു കിടത്തിരുന്ന ഉപ്പ മരിച്ചു കിടക്കുമ്പോഴും മോനിക്ക് വേണ്ടിയ പേരാണ്. ഈ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ എത്ര പേരുണ്ട് അക്കടപാട് ഏറ്റെടുത്ത് ഇന്ന് വീട്ടിയവരുണ്ടോ? റബ്ബിന്റെ മനുഷ്യർക്ക് മറുപടി പറയണ്ടേ? ഉപ്പാന്റെ അക്കടപാട് ഏറ്റെടുത്ത് മക്കള് വിട്ടാതെ പിന്നീട് ഗുരുമാരും പ്രശ്നം ഉണ്ടാക്കി ജീവിക്കുന്നവരല്ലേ മക്കളൊക്കെ. ഇതൊക്കെ നമ്മളൊക്കെ എങ്ങനെ മരിക്കും? അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ.
അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, അക്കടപാടിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണോ. അല്ല പൊറുക്കൂല. അത് ജനങ്ങൾ പൊറുക്കാതെ കാലത്തോളം അല്ല പൊറുക്കൂല. അതുകൊണ്ട് തന്നെ കടം കൊടുക്കാനുള്ളവർ കൊടുത്തു വീട്ടണോ. കടക്കാരെ കാണുമ്പോൾ ഒളിക്കുന്ന പരിപാടി വേണ്ട. കടക്കാരെ വിളിക്കുമ്പോ ഫോൺ ഓഫ് ആക്കുന്ന പരിപാടി വേണ്ട. കടക്കാരെ കാണും സമാധാനപ്പെടുത്തണം. കടുക്കാൻ കഴിയുമ്പോ കൊടുക്കണം. അവരോട് സമാധാനം പറയണം. ഞാൻ തരാൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയണം. പോരാ, ഒന്നും കൂടി പറയട്ടെ, നമ്മുടെ അക്കടപാട് എഴുതി വെക്കുന്നവരാകണം. ഇന്ന് കണ്ടില്ലേ ചില മനുഷ്യന്മാരെ കാണുന്നുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പക്ഷികളെ കുറിച്ച് പറഞ്ഞൊരു ഹദീസുണ്ട്. എന്താ തഖുദു ഖിമാസം വതറൂഹു ബിതാനാ. രാവിലെ പക്ഷികൾ പോകുന്നു, വൈകുന്നേരം മടങ്ങി വരുന്നു. രാവിലെ കൂട്ടുനിച്ച് പക്ഷികൾ പർവ്വജാതികൾ ഇങ്ങനെ പറക്കുകയാണ്. ഒട്ടിയ വയറുമായിട്ട് ഇങ്ങനെ പോകുന്നു. വൈകുന്നേരമാകുമ്പോ വയറും നിറച്ചിട്ട് ആ പക്ഷികൾ കൂടിലേക്ക് വരുന്നു. അതുപോലെയല്ലേ ഇന്നത്തെ മനുഷ്യന്മാര് രാവിലെ എഴുന്നേറ്റ് പൊരേന്ന് പോകുന്നു, വൈകുന്നേരമാകുമ്പോ പൊരയിലേക്ക് വരുന്നു. എവിടെ പോയെന്ന് കെട്ടിയ പെഞ്ഞായിക്കറിയില്ല, എവിടെ പോയെന്ന് പെഞ്ഞായിക്കറിയില്ല, എവിടെ പോയെന്ന് മക്കൾക്കറിയില്ല. ഇവന്റെ ബിസിനസ് എന്താണെന്ന് മക്കൾക്കറിയില്ല, ഇവന്റെ ഏർപ്പാടെന്താണെന്ന് കുടുംബക്കാർക്കറിയില്ല. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ, ഞങ്ങൾ വന്യരായ ശൈഖുനാ നൂറുൽ ഉലമ എംഎ ഉസ്താദ്, നീ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഉസ്താദ് വഫാത്താകുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദിന്റെ റൂമിൽ കിടക്കുന്ന തലയാണിയുടെ അടിഭാഗത്ത് ഒരു മഞ്ഞ കവറ് കണ്ടിരുന്നു. ഒരു മഞ്ഞ കവറ് തലയാണിയുടെ അടിഭാഗത്ത് കണ്ടിരുന്നു. വഫാത്തിന് എത്രയോ കൊല്ലം മുമ്പ് തന്നെ കവർ അവിടെ കാണുന്നുണ്ട്. പലപ്പോഴും ഖാദിം രാവിലെ ഉസ്താദിന്റെ റൂം അടിക്കാൻ വേണ്ടി പോയാൽ ആ കവർ ഇങ്ങനെ പുറത്ത് കാണുമ്പോ ഖാദിം മെല്ലെ തലയാണിയുടെ അടിഭാഗത്ത് ഇങ്ങനെ തള്ളി വെക്കും. അടിച്ചു കഴിഞ്ഞ് ഉസ്താദ് റൂമിലേക്ക് കയറിയാൽ അതിനെ വലിച്ച് തല ഇങ്ങനെ പുറത്ത് കാണുന്ന രൂപത്തിൽ വെക്കും. ഒരു ദിവസം ഖാദിം ചോദിക്കുകയാണ്, ഉസ്താദെ ആ കവരെന്താണ്? അപ്പോഴാണ് ശൈഖുനാ എംഎ ഉസ്താദിന്റെ മറുപടി, മോനെ, ഞാൻ മരിച്ചാൽ ഈ കത്തി മാണിക്കോത്ത് ഉസ്താദ് കൊണ്ടുപോയി കാണിക്കണോ? നോക്കുമ്പോ അതിലെന്താ ഉള്ളതെന്നറിയോ? വഫാത്തിന്റെ ശേഷം കത്തെടുത്ത് വായിച്ചു നോക്കുമ്പോ ആ കത്തിയിലുള്ളത് എന്നെ കഫൻ ചെയ്യാനുള്ള തുണി ഇന്ന പെട്ടിയിലുണ്ട്, എന്നെ കബറടക്കേണ്ടത് ഇന്ന സ്ഥലത്താണ്, ഞാൻ അവരോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ ഒന്നും കൂടി അവരോട് സമ്മതം ചോദിക്കണം, ഇവിടെ കബറടക്കട്ടോ എന്ന് ചോദിക്കണോ? ഇങ്ങനെ ഉസ്താദുമായുള്ള വസിയത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഉസ്താദിന് ആർക്കും കൊടുക്കാനില്ല, ഒരക്കടപാടും വീട്ടാനില്ല. ഇങ്ങനെ വസിയത്ത് എഴുതി വെച്ചതവിടെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എത്ര പേരുടെ കയ്യിലുള്ള ഡയറിയില്ലേ? വലിയ വലിയ കമ്പനിക്കാർ കമ്പനിയുമായി ബന്ധപ്പെടുമ്പോ കൊല്ലത്തിന് കൊല്ലം ഡയറി തരാറില്ലേ നമ്മുടെ കയ്യിൽ? എന്നാൽ എന്റെ എന്തെങ്കിലും ഒരു വിഷയം ഇന്ന പേർക്ക് എനിക്ക് കൊടുക്കാനുണ്ട്, ഇന്ന പേര് ഇത് കിട്ടാനുണ്ട് എന്ന് പറയുന്ന ഒരു ഡയറി നമ്മുടെ കയ്യിലുണ്ടോ സുഹൃത്തുക്കളെ? നമ്മുടെ ജീവിതം ഒരു കാക്കന്റെ ജീവിതം പോലെ. കാക്ക രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു. ഇതുപോലെ രാവിലെ ഇറങ്ങി പുരയിൽ നിന്ന് പോകുന്നു, വൈകുന്നേരം വരുന്നു. നമ്മൾ എവിടെ പോകുന്നു എന്നറിയുന്നില്ല, ഏത് ബിസിനസ്സിന് എന്നറിയുന്നില്ല, ആർക്ക് കൊടുക്കണമെന്നറിയുന്നില്ല, ആരെ വെക്കെന്ന് കിട്ടാനുണ്ടെന്നറിയുന്നില്ല. ഈ ജീവിതം നിർത്തിവെക്കണം. ഈ ജീവിതം, ഈ കൂറത്തങ്ങളെ അനുസ്മരിക്കുന്ന ഈ സദസ്സ് ഞാൻ ഓർമ്മപ്പെടുത്താം. ആ ഒരു ജീവിതം അവസാനിപ്പിക്കണം. ഒരാൾ മരിച്ചപ്പോ മയ്യത്ത് കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഞാൻ തന്നെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പുരയിലേക്ക് പോയി നോക്കുമ്പോ പോരന്റെ സിറ്റ് ഔട്ടിൽ ഒരു 10-15 ആൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് യാസിനോട്ട് ദ്വാരുന്ന അപ്പോഴേക്ക് ഓരോന്ന് കുടിക്കാൻ കഞ്ഞി മരിച്ചവിടെ ഒരു പയറും കഞ്ഞിലാക്കുന്നുണ്ട്. കബറെല്ലാം അടയ്ക്കുന്നത് അത് കുടിക്കാൻ അതും കുടിച്ചിട്ട് ജോറ് കഞ്ഞിയും കുടിക്കുന്നില്ല, പുറത്തുനിന്ന് പോകുന്നില്ല. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, അതെല്ലാവരുടെ പുറത്തിരിക്കുന്നത്? അത് ഉപ്പാന്റെ ചങ്ങായിമാരത് മെച്ചിനല്ല, അങ്ങനെ പേജാറിലിരുന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർക്കെല്ലാം കൈ കൊടുത്ത്, മരിച്ചാളെ ചങ്ങായിയല്ലേ, ഓർക്കെല്ലാം കൈ കൊടുത്ത്, മരിച്ചാളെ ചങ്ങായിമാരെ കൈ കൊടുക്കില്ല, വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. കൈയെല്ലാം കൊടുത്തിട്ട് ഞാൻ വന്നു. കുറെ ഇപ്പഴെത്തുമ്പോ മോന് വിളിക്കുന്നു, ഉസ്താദ് പോയാ? പോയി. എവിടെത്തി? ഞാൻ ശ്രമങ്കല പാസ്സായി. ഒന്ന് ഉസ്താദ് തിരിച്ചു വരുമോ? എന്താ എനിക്ക് പള്ളിക്ക് എത്തണല്ലോ മോൻ? അല്ല ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു. ഞാൻ ഉപ്പാനോട് പിരിച്ചോളാം, അല്ല ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോ ഈ 15 ആളും വന്നിട്ട് പറഞ്ഞെന്താ പറയുക, എനിക്ക് 2 ലക്ഷം ഉണ്ട്, എനിക്ക് 3 ഉണ്ട്, ചുരുക്കി പറഞ്ഞാൽ 27 ലക്ഷം ഉപ്പ കടം. 27 ലക്ഷം ഒറ്റ മക്കൾ പറയില്ല.
ഒരാൾക്ക് സംഗതി അറിയില്ല. ഇതോ കാലത്തെ പൊന്ന് മോദിക്ക് വരുന്നു ഇതിലെ പോയിരുന്ന 27 ലക്ഷം അവസാനം ഇരിക്കുന്ന പോരെ വിറ്റിട്ടാ കടം കൊടുത്തത്. അത് അനുഭവം ഞാൻ ഇത് പറയുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇങ്ങനെ ഇല്ലേ കടത്തിൽ കുടുങ്ങി ആരും അറിയാതെ തോന്നിയതിനും വേണ്ടതിനും വേണ്ടാത്തൊരു കടം വാങ്ങിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് മനുഷ്യന്മാർ അവസാനിപ്പിക്കണമെന്നാണ് ഈ ഉപദേശം എനിക്ക് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ടാ, മനുഷ്യൻ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തങ്ങളൊക്കെ മരണം കണ്ടില്ല, നിങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് അറിയുന്നില്ല. ഇങ്ങനെ കടവുമായി ബന്ധപ്പെട്ടാൽ ആർക്കും അറിയില്ല. മക്കൾ അറിഞ്ഞാൽ ഒരു പക്ഷെ വീട്ടിയേക്കാം, മക്കൾക്കറിയില്ല, കുടുംബത്തിനറിയില്ല, ആരോട് പറയാനെന്ന് പറഞ്ഞില്ല. അള്ളാന്റെ കോടതി രക്ഷപ്പെടാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. മനുഷ്യനുമായുള്ള അക്കടപാട് വീടാണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി പറയട്ടെ, ഞാൻ ചുരുക്കുന്നു. അതുപോലെ നാവുമായി ബന്ധപ്പെട്ട് ഗീബത്ത് പറഞ്ഞവര്, ഫിത്ന ഉണ്ടാക്കിയവര്, കളവ് പറഞ്ഞവര്, മനസ്സ് വേദനിപ്പിച്ചവര്, ഇങ്ങനെ എത്ര പേരുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ഒന്ന് കൈകൊടുത്ത് പൊരുത്തപ്പെടിക്കണോ? നാണിച്ചിട്ട് കാര്യമില്ലല്ലോ സുഹൃത്തുക്കളെ. എന്റെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ അക്കടപാടിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർറാഹിമായ റബ്ബ്, നന്നായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇനി അവസരം നൽകണേ റഹ്മാനെ. അക്കടപാടുകളെ പൊരുത്തപ്പെടിച്ച് ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാകും. വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ആഖിറം വിജയിക്കാനല്ലേ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവനവന്റെ കാര്യം അവനവൻ ചിന്തിച്ച് ജീവിക്കണോ. അങ്ങനെ അക്കടപാടൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് നന്നായി ഒന്ന് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരണം വന്നു പോയാൽ എന്റെ റബ്ബുമായി ചെയ്തു വെച്ച തെറ്റുകൾ ഞാൻ ഉണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ വലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്റെ അടിമകളോട് പറയൂ നബിയേ, അക്രമം ചെയ്ത അടിമകളോട് പറയൂ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിന് ആശ മുറിയണ്ടെന്നല്ലേ ഖുർആൻ പറയുന്നത്. റബ്ബിന്റെ റഹ്മത്തിനെ കൊതിച്ച് കൊതിച്ച് ജീവിക്കണോ. ഞാൻ എത്ര വലിയ തമ്മാടിയാണെങ്കിലും എന്റെ റബ്ബ് വലിയ റഹ്മത്തിന്റെ ഉടമയാണല്ലോ. എന്റെ റബ്ബ് എന്നെ വെറുതെ ആക്കൂല, എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കൂല, എന്റെ റബ്ബ് എന്നെ വലിച്ചെറിയൂല. എത്രയോ വലിയ വലിയ തെറ്റുകൾ ചെയ്ത 100 ആളെ കൊന്നവനിക്ക് പോലും അല്ലാഹ് മാഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെയും കൊന്നിട്ടില്ലല്ലോ, അത്ര വലിയ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇനി അഥവാ ചെറിയ ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബ് പൊറുക്കുമെന്ന ചിന്തയോടെ റബ്ബിന്റെ റഹ്മത്തങ്ങ് കൊതിച്ച് കൊതിച്ച് അക്കടപാടിന്റെ കാര്യം നന്നായി ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ റബ്ബിന്റെ തഖ്വയിലായി ജീവിക്കുന്നവര്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിക്കുന്നു. റബ്ബിനെ പൂർണ്ണമായി അംഗീകരിക്കുകയാൽ ആ റബ്ബിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർ, അല്ലാഹുവിനെ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നവര്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, വിശ്വാസത്തിൽ ഒരു കുറവും വരാതെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങള്, തുമ്മസ്തഖാമു, വിശ്വാസം കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് നേരായ റൂട്ടിലൂടെ ജീവിക്കുന്നവര്, നേരായ വഴിയിലൂടെ ജീവിക്കുന്നവര്, തുമ്മസ്തഖാമു, നേരായ റൂട്ടിൽ ജീവിക്കുന്നവര്, അവര് നിസ്കാരം ഒഴിവാക്കാനില്ല, അവര് നോമ്പ് ഒഴിവാക്കാനില്ല, സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് ഹജ്ജ് ഫർളാകുമ്പോ ഹജ്ജ് ചെയ്യുന്നവരാണ്. അവര് ദിക്റ് ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. അതാ നാട്ടുകാർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുന്നു, ജനങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ സാമ്പത്തികമായ ഇടപാടിൽ നല്ലോണം സൂക്ഷ്മത
പുലർത്തിയിട്ട് നാവിനോടൊരു വേണ്ടാത്തത് സംസാരിക്കാൻ അള്ളാന്റെ പൊരുത്തത്തിനായി ജീവിച്ചാൽ ഖുർആൻ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങളെ, നമുക്ക് നന്നായിട്ടൊന്ന് മരിക്കണം. ഇവിടുന്ന് യാത്ര പോകണം. മരിക്കാതെ ആരും ബാക്കിയാവൂലല്ലോ. ഈ പ്രസംഗിക്കുന്ന ഞാൻ നാളെ നേരം വിളിക്കുമുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പുറത്തങ്ങൾ നീലേശ്വരത്തിൽ കമ്മാടത്ത് പ്രസംഗിച്ചു പോയതല്ലേ, രാവിലെ അല്ലേ തങ്ങൾ വഫാത്താകുന്നത്. നാളെ എനിക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഈ വാല് കേൾക്കുന്നവരെ കൂട്ടത്തിൽ നാളെ രാവിലെ ആകുമ്പോൾ ആര് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ മരിക്കുമ്പോ നല്ല നിലക്ക് മരിക്കണം. അതല്ലേ പൂരത്തങ്ങളെ വഫാത്ത്. തങ്ങളെന്താ പറഞ്ഞൊരു മകൻ പറഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? വഫാത്തിന് വേണ്ടി തങ്ങളതാ ബാപ്പ രാവിലെ സമയത്ത് കിടക്കുന്നു. എന്നിട്ടതാ ഭാര്യനെയും മക്കളെയും വിളിച്ചിട്ട് പറയാണ്, ഇപ്പോൾ കുറെ ആള് വരും, കുറെ സന്ദർശിക്കാൻ ആള് വരും, നിങ്ങൾ ഇവിടെ കുടിക്കാനുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ ആള് വരുമെന്ന് തങ്ങളെ മകൻ ജാമിയ സയ്യിദിൽ വെച്ച് പ്രസംഗിച്ചപ്പോ യൂട്യൂബിൽ ചില വിദ്യാർത്ഥികാരതിങ്ങനെ ടോളുകയാണ്. ഓ, മരിക്കുമ്പോ ആള് വരുന്നോലോ, ഖുർആൻ പഠിക്കാത്ത വിഡ്ഢികളല്ലേ അവരൊക്കെ. ഖുർആൻ എന്താ പറയുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ. എല്ലാ യഥാർത്ഥമായ റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് നേരായ വഴിയിൽ അങ്ങ് ജീവിക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവിടത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ഖുർആൻ പറയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അവിടുത്തെ തഫ്സീരിൽ പറയുന്നു, ഇമാം സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂരിൽ രേഖപ്പെടുത്തുന്നു. എന്താ മലക്കുകൾ വരൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതാ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അല്ലാഹുവിന്റെ യഥാർത്ഥ മറുവഴിയിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാള്, അയാൾ